ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനങ്ങളെ ഒരിക്കലൂടെ അറിയിക്കുന്നു. നമുക്ക് നമ്മുടെ പുസ്തകങ്ങളെ തുറക്കാം. 71-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ തിരുവചനം. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു, അങ്ങൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു. എൻ്റെ വായ അങ്ങയുടെ സ്തുതി കൊണ്ടും ഇടപെടാതെ അങ്ങയുടെ പ്രശംസ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ സംഗീതക്കാരൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. നമ്മൾ എല്ലാ മനുഷ്യരും പ്രിയപ്പെട്ടവരും തന്നെ ഇന്ന് ഈ അത്ഭുതങ്ങളുടെ പുറകെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു കാലഘട്ടത്തെ ഒരു വലിയ സംഭവമായിരുന്നു ഈ അത്ഭുത ബാലന്മാർ. കേട്ടിട്ടുണ്ടോ? 2 കൊച്ചു പിള്ളേർ പ്രസംഗിക്കാനായിട്ടൊക്കെ വന്നു. അവരന്നത്തെ ഓരോ കാലഘട്ടത്തിനും ഓരോ ട്രെൻഡുകളുണ്ട്. അപ്പോൾ അന്നത്തെ വലിയൊരു ഒരു 10-15 വർഷം മുമ്പ് ഒരു വലിയ ട്രെൻഡായിരുന്നു അത്ഭുത ബാലന്മാർ. അപ്പോൾ ഈ അത്ഭുത ബാലന്മാർ എവിടെല്ലാം വരും, അവരെ കാണാൻ വേണ്ടി വലിയൊരു ക്രൗഡും അവരെ വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു, ഒരു ചെല്ലുണ്ട്. അവരെന്നും ചോദിക്കും, ഉപാസപ്രാർത്ഥനയൊക്കെ നടക്കുമ്പോൾ ഇന്നാരാ നാളെ ആരാ, ഈ ആളെ അറിഞ്ഞിട്ട് വരാൻ വേണ്ടി ഇരിക്കുക. അപ്പോൾ ആ ചേച്ചി പലവട്ടം എന്നോട് ചോദിച്ചു, ഇന്നാരാ, ഇഷ്ടമല്ല വരത്തില്ല, നാളെ ആരാൻ ചോദിക്കുക. അപ്പം നാളെ ആരാൻ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി നാളെ വരണം, നാളെ അത്ഭുത ബാലനും അത്ഭുത അപ്പനുമാണെന്ന് പറഞ്ഞു. അത്ഭുത ബാലനും അത്ഭുത അപ്പനുമാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തേക്ക് ഭയങ്കര സന്തോഷമായി. വന്നു. യോഗം ഒരു പകുതിയായിട്ടും ആരാധനയൊക്കെ കഴിഞ്ഞപ്പോഴും അത്ഭുത ബാലനെ ഒന്നും കാണുന്നില്ല. അപ്പോൾ എന്നെ പതുക്കെ ചോദിച്ചു, എന്തിയാ മോനെ അത്ഭുത ബാലൻ? ഞാൻ പറഞ്ഞു, ഞാൻ അത്ഭുത ബാലൻ, ശേഷയിരിക്കുന്നത് എൻ്റെ അപ്പനാണ്, അത്ഭുത അപ്പനാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഈ അത്ഭുതങ്ങളുടെ പുറകെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ പറയുകയാണ്, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. അപ്പം ജീവിതത്തെ നമുക്കൊരു അത്ഭുതമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് അവിടെ പറയുക. പക്ഷേ ഇത് 71-ാം സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 71-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, 71-9 വാർദ്ധക്യകാലത്ത് അങ്ങ് എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത്. അല്ലേ? വാർദ്ധക്യകാലത്ത് എന്നെ തള്ളിക്കളയരുത്, ബലം ക്ഷയിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കരുത്. 18-ാമത്തെ വാക്യം, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കോണ്ടസ്റ്റ് ചിന്തിച്ചാൽ സംഗീതക്കാരൻ്റെ പ്രായം എത്ര ആയിരിക്കാം? ഏതായാലും ഒരു കുഞ്ഞ് സംഗീതം എഴുതുമ്പം പറയത്തില്ല വാർദ്ധക്യകാലത്ത് എന്നെ എന്ത് ചെയ്യരുത്, ഉപേക്ഷിക്കരുത്. അപ്പോൾ ക്വൈറ്റ് നാച്ചുറൽ സംഗീതക്കാരൻ്റെ പ്രായം എന്തായിരിക്കും? വാർദ്ധക്യം ആയിരിക്കാനാണ് സാധ്യത, അല്ലേ? പക്ഷേ വാർദ്ധക്യകാലത്ത് എഴുതുന്ന സംഗീതക്കാരൻ പറയുന്ന വാക്യം എന്താണ്? ഞാൻ പലർക്കും ഒരു ഭാരമായിരിക്കുന്നു എന്നാണോ? ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്നാണ്? ഞാൻ പലർക്കും ഒരു അത്ഭുതം. പൊതുവേ ഇന്ന് വാർദ്ധക്യം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നിൻ്റെ കോണ്ടസ്റ്റിൽ എത്ര വയസ്സാണ്? 70 അല്ലേ? 80 വാർദ്ധക്യം അംഗീകരിക്കാത്തൊരു മനുഷ്യനെ എനിക്കറിയാവുന്ന PG അങ്കിളാണ്. പുള്ളി 100 പറയും എനിക്ക് 18 വയസ്സേ ഉള്ളെന്ന്. അതൊരു മനസ്സിൻ്റെ ഒരു ചിന്ത കൂടാണ്, അല്ലേ? PG അങ്കിള് 80+ അല്ലേ? 80+. പക്ഷേ പുള്ളി ഇപ്പോഴും 16-കാരൻ്റെ ഊർജ്ജത്തോടാണ് ഓടുന്നത്. ഈ മനുഷ്യായുസിനെ പറ്റിയുള്ള ചെറിയ കഥ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരിക്കാം. സാധാരണ അച്ഛന്മാരൊക്കെ പറയുന്ന കഥയാണ്, ഞാനും പറഞ്ഞിട്ടുണ്ട്. മനുഷ്യായുസ് എത്ര ആയുസാണ്? മനുഷ്യൻ്റെ 4 സ്റ്റേജസാണ്. ഏതൊക്കെയാണ്? ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. പ്രയാണ കാലം, 4 വിരൽ നീളം, ആയതിനും പ്രതാപം, കഷ്ടത മാത്രം. അത് വേദപുസ്തകത്തിൻ്റെ ഒരു വാക്കാണ്. മനുഷ്യൻ്റെ ആയുസ് പൂ പോലെയാകുന്നു, മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെയാകുന്നു, മനുഷ്യൻ്റെ ആയുസ് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാകുന്നു എന്നിട്ടും പറയുന്നുണ്ട്. സംഗീതത്തിലും 103-ാം സങ്കീർത്തനം 90-ാം സങ്കീർത്തനം എല്ലാം കൂട്ടി വായിക്കുമ്പോൾ മനുഷ്യൻ്റെ ആയുസ് എത്ര വിരൽ നീളം? 4 വിരൽ നീളം. ബാല്യത്തിന് ആദ്യത്തെ 2 സ്റ്റേജാണ്. ഒന്ന് ശൈശവം, തീരെ കുഞ്ഞ്, 2 വയസ്സ്, അതൊരു ഓറൽ സ്റ്റേജാണ്. അത് കഴിഞ്ഞ് അത് മാറുന്നു. പിന്നെ ബാല്യത്തിൻ്റെ നെക്സ്റ്റ് ഫേസ് വരുന്നത് എപ്പോഴാണ്? 12 കഴിയുമ്പോഴാണ്. 13 മുതൽ തുടങ്ങുന്നു. ഏതാ? കൗമാരമാണ്. കൗമാരം കഴിഞ്ഞാൽ പിന്നെ എന്ത് തുടങ്ങും? യൗവനം തുടങ്ങും. യൗവനത്തിൻ്റെ ഒരു മെയിൻ ഫേസ് എല്ലാം കഴിയും 40 കഴിയുമ്പോൾ തന്നെ, അല്ലേ? 40. പിന്നെ മധ്യവയസ്കാണ്. ചുരുക്കത്തിൽ യൗവനത്തിൻ്റെ പൂർണ്ണത മധ്യവയസ്കോട് കൂടി കഴിയും. അതപ്പോൾ എത്ര ആവും? 60 ആകും. 60 കഴിഞ്ഞാൽ പിന്നെന്താ?
വാർദ്ധക്യം. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു രസകരമായൊരു കഥ ഒരച്ഛൻ പറഞ്ഞത് ഞാൻ പലയിടത്തും പങ്കുവച്ചിട്ടുണ്ട്. ഒന്ന്, ഈ മനുഷ്യായുസിന് ആയുസ് വളരെ കുറഞ്ഞിരുന്നപ്പോൾ ഈ മൃഗങ്ങളെല്ലാം കൂടി തപസ്സിരുന്നു, മനുഷ്യർക്ക് ഇച്ചിരി ആയുസ് കൊടുക്കണമെന്നും പറഞ്ഞു. അപ്പോൾ ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, അങ്ങനെ കൊടുക്കാനും നോക്കത്തില്ല, കൊടുത്തുപോയി, കൊടുത്തത് തിരിച്ചെടുക്കാനും കൂട്ടാനും ഒന്നും നോക്കത്തില്ല. എന്നാലും മൃഗങ്ങൾ വിട്ടില്ല, അവരൊത്തിരി തപസ്സിരുന്നു. കഥയാണ്. തപസ്സിരുന്നപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ശരി, ഞാൻ തപസ്സിൽ പ്രസാദിച്ചു, ഇനിയും നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാം, പക്ഷേ വിത്ത് എ കണ്ടീഷൻ, നിങ്ങൾ ഡൊണേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ മൃഗങ്ങൾക്ക് സന്തോഷമായി. മൃഗങ്ങൾ ചാടി വന്നിട്ട് ആദ്യം ഒരു കുരങ്ങ് വന്നിട്ട് അവൻ്റെ ആയുസിൽ നിന്ന് 12 കൊടുത്തു. അതാണ് ആദ്യത്തെ പ്രായം. ആരുടെ പ്രായമാണ്? കുരങ്ങൻ്റെ പ്രായമാണ്. കുട്ടിക്കാലമാണ് കുരങ്ങൻ്റെ പ്രായം. ശരിക്കും അത് ആരുടെ പ്രായമാണ്? കുരങ്ങൻ്റെ പ്രായം. ഇരിക്കുന്നിരിപ്പി കാണത്തില്ല, അങ്ങോട്ടോടും ഇങ്ങോട്ടോടും അവിടെ ഓടും ഇവിടെ ഓടും. വണ്ണമുള്ള അമ്മയൊക്കെ കൊച്ചിൻ്റെ പുറകെ ഓടി എന്തു ചെയ്യും? ക്ഷീണിക്കും. അതൊരു പ്രായം, കുട്ടിക്കാലം, കുരങ്ങൻ്റെ ഒരു പ്രായമാണ്. അത് കഴിഞ്ഞപ്പം എന്തോ വന്നു, ഒരു കുതിര വന്നിട്ട് പറഞ്ഞു, എൻ്റെ കുറച്ച് എടുത്തോളാൻ പറഞ്ഞു. ആ കുതിര കൊടുത്ത പ്രായമാണ് അത് മുതൽ 30 വരെയുള്ള പ്രായം. ആര് കൊടുത്ത? കുതിര കൊടുത്ത പ്രായം. അതൊരു കുതിപ്പിൻ്റെ പ്രായമാണ്. ഹോഴ്സ് പവറല്ല, ബൈക്കൊക്കെ ഹോഴ്സ് പവറാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, കഴുതയാണ്, 30 മുതൽ 30 വർഷം എടുത്തോളാൻ പറഞ്ഞു. അപ്പം കഴുതയിൽ നിന്ന് സ്വീകരിച്ച 30 വയസ്സുണ്ട്, അതാണ് 30 മുതൽ 60 വരെയുള്ള പ്രായം. അത് കഴുതപ്രായമാണ്. കഴുതയുടെ ജോലി എന്താ? ഭാരം ചുമക്കുകയാണ്. 30 കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നു, പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പ് പറഞ്ഞു, എൻ്റെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. ആൻറ്റിക്ക് പേടിയായില്ലേ? പെരുമ്പാമ്പ് എടുത്തോളാൻ പറഞ്ഞു. പെരുമ്പാമ്പ് എടുത്താണ്. പെരുമ്പാമ്പ് എന്തോ? പൈത്തൺ എന്നാ അല്ലേ? പെരുമ്പാമ്പ് എടുത്തോളാൻ പറഞ്ഞു. പെരുമ്പാമ്പിൻ്റെ പ്രായമാണ് 60 മുതൽ ഉള്ള പ്രായം. ഇതിനകത്തൊരു കാര്യമുണ്ട്, കുസൃതിയാണ്. കുരങ്ങ് കൊടുത്തത് എത്ര? 12 വയസ്സ്. അതാണ് കുട്ടിക്കാലം, കുസൃതിയുടെ ഒരു കാലം. പിന്നെ കുതിരയാണ്, അത് കുതിപ്പിൻ്റെ ഒരു കാലമാണ്. മൂന്നാമത് കൊടുത്ത ആരാ? കഴുതയാണ്. അതൊരു കിതപ്പാണ്, വലിയോട് വലിയ. പിള്ളേരെ വലിക്കണം, ജോലി ചെയ്യണം, അവരെ വളർത്തണം, അവരെ പഠിപ്പിക്കണം, അവരെ കെട്ടിക്കണം. അതാണ് 30 കഴിഞ്ഞാൽ പിന്നെ ആര് തന്നാ? പെരുമ്പാമ്പ് തന്നാ. പെരുമ്പാമ്പിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വെട്ടിയടിക്കും, വേരിനടി കയറി ദഹിക്കാൻ വേണ്ടി ഒറ്റ കിടപ്പ. അങ്ങനെയാണ് ഈ പെരുമ്പാമ്പിനെ പിടിക്കുക. അത് വലിയ ആടിനെയും കോഴിയും വിഴുങ്ങിയാൽ പിന്നെ പോത്തില്ല, അനങ്ങാനൊക്കത്തില്ല വലിയ. അതുകൊണ്ട് പെരുമ്പാമ്പിനെയൊക്കെ പിടിക്കുകയും കാണാം ഈ പള്ള ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അതിങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ വേരിനടി കയറി കിടന്നാണ് ദഹിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ആയുസ് 4ആണ്. കുസൃതിയുടെ കുട്ടിക്കാലം, കുതിപ്പിൻ്റെ ഒരു യൗവനം, കിതപ്പിൻ്റെ ഒരു മധ്യവയസ്ക്, കിടപ്പിൻ്റെ ഒരു വാർദ്ധക്യം. കുസൃതി, കുതിപ്പ്, കിതപ്പ്, കിടപ്പ്. അപ്പോൾ ഈ കിടപ്പിൻ്റെ ഒരു പ്രായത്തിലാണ് നമ്മൾ ഈ 60 കഴിഞ്ഞാൽ പറയുന്നത്. പക്ഷേ അതിനെ സ്വീകരിക്കണോ വേണ്ട എന്നുള്ളത് വേണ്ട അല്ലേ? അതുകൊണ്ടാണ് 71-ാം സംഗീതക്കാരൻ പറയുന്നു, ഞാൻ പലർക്കും ഒരു ഭാരമായിരിക്കുന്നല്ല, ഞാൻ പലർക്കും ഒരു അല്പം. സാധാരണ പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥിക്കുന്നത് എന്താണ്? കർത്താപ്പച്ച ആരും ഒരു ഭാരമാകാതിരിക്കാൻ പ്രാർത്ഥിക്കും എന്നുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഈ വാർദ്ധക്യത്തെ സംബന്ധിക്കുന്ന ധാരണകളും അബദ്ധധാരണകളും നല്ല കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെറുതായിട്ട് ചിന്തിക്കാനായിട്ട് കഴിയുന്ന ഒരു കണക്കിന് പറഞ്ഞാൽ ഈ വാർദ്ധക്യം ഒരു തരത്തിലൊരു ആശ്വാസമാണ്. കാരണം നമ്മൾ ഈ ചുമന്ന് അവസാനം ഇതൊക്കെ ഒന്ന് താത്ത് വെച്ച് ഇച്ചിരി ഒന്ന് ഫ്രീ ആകുന്ന സമയമാണ് എന്ത്? വാർദ്ധക്യം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുതരം ആശ്വാസത്തിൻ്റെ ഒരു കാലമാണ് വാർദ്ധക്യം. എന്നാൽ നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യത്തിലൊക്കെ ഒത്തിരി ചോദ്യങ്ങളും പ്രോത്സാഹനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിള്ളേരോടാണെങ്കിൽ നമ്മൾ പറയും, എല്ലാം എന്ത് ചെയ്തോ? പഠിച്ചോ എന്ന് ചോദിക്കും. പഠിത്തം കഴിഞ്ഞാൽ പിന്നെ എന്തോ കിട്ടിയെന്ന് ചോദിക്കും. ജോലി കിട്ടിയോന്ന് ചോദിക്കും. ജോലി കിട്ടിയാൽ പിന്നെ എന്തോ ചോദിക്കും? കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞാൽ സ്വസ്ഥത കൊടുക്കത്തില്ല, എന്തോ ചോദിക്കും? പിള്ളേരുണ്ടോയെന്ന് ചോദിക്കും. പിള്ളേരുണ്ടെങ്കിലും സ്വസ്ഥത കിട്ടത്തില്ല. പിള്ളേരെന്തോ ആയം ചോദിക്കും, എന്നാലും സ്വസ്ഥത കിട്ടത്തില്ല. പിള്ളേരെ എന്ത് ചെയ്യണം? പറയണം, കെട്ടിക്കാൻ പറയണം. കെട്ടിച്ച് കഴിഞ്ഞാലും തീരത്തില്ല, ചോദിച്ചുകൊണ്ടിരിക്കും. പിള്ളേർക്ക് എന്തോ ഉണ്ടോ? മക്കളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ഈ ചോദ്യങ്ങളാണ്. എന്നാൽ ഈ 60 കഴിഞ്ഞാൽ പിന്നെ ഈ ചോദ്യമില്ല, പ്രസ്ഥാനേ ഉള്ളൂ. വയസ്സായി, സൂക്ഷിച്ചോണം, വീഴാതെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അപ്പോൾ ഈ മറ്റുള്ളവരെന്നുള്ള ചോദ്യങ്ങൾ കുറയും, പിന്നെ എന്ത് കൂടും? പ്രസ്താവനകൾ കൂടുന്ന ഒരു സമയമാണ് ഈ ഒരു കാലം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു 60 വയസ്സ് വരെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്താ ജീവിച്ച. കൊച്ചുങ്ങളെ സ്കൂളിൽ വിട്ടപ്പോൾ അവർ പഠിച്ചത് അവർക്ക് വേണ്ടിയൊന്നുമല്ല. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി, പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആർക്ക് വേണ്ടി ജീവിച്ചു?
ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിച്ചു. അത് കഴിഞ്ഞപ്പം പിള്ളേർക്ക് വേണ്ടി ജീവിച്ചു. പിന്നെ സത്യത്തിൽ ഇനിയുള്ള കാലമാണ് നമുക്ക് വേണ്ടി. പിന്നല്ലാതെ നമുക്ക് വേണ്ടി ജീവിക്കാൻ തമ്പുരാൻ തന്നിരിക്കുന്ന വലിയൊരു കാര്യമാണ് ഇനിയൊരു കാര്യം. അതിനകത്ത് വേറൊരു വലിയ കാര്യം കൂടെ സ്തോത്രം ചെയ്യാനുള്ളത്, ഒത്തിരി പേര് ഈ പ്രായത്തിൽ എത്തിയില്ലെന്നുള്ളൊരു ഒരു ദുഃഖം കൂടെ അറിയണം. കാരണം കുറേ വാർദ്ധക്യം ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടെന്ന് തോന്നിയാൽ പോലും ഒത്തിരി പേർക്ക് ഇതിലെത്താനുള്ള ഭാഗ്യം കിട്ടിയോ? ഇല്ല. 30കളിൽ പോയവരുണ്ട്, 50കളിൽ പോയവരുണ്ട്. അപ്പോൾ അവിടെയൊക്കെ അടിയിൽ നമ്മൾ എഴുതി വെച്ചു, അകാലത്തിൽ പൊലിഞ്ഞു പോയ നമ്മുടെ സുഹൃത്തിന് കണ്ണീര് കുതിർന്ന യാത്രാമൊഴിയാണ്. അത് ഭയങ്കര ദുഃഖമാണ്. അപ്പോൾ ഒരു പ്രായത്തിൽ എത്തുക എന്ന് പറയുന്നത് മോശപ്പെട്ടൊരു കാര്യമാണോ? അല്ല, അതൊരു ജീവിതത്തിൻ്റെ ഒരു സന്തുഷ്ടകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇതിനെ സംബന്ധിക്കുന്ന കുറേ തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, ഇതിനെപ്പറ്റിയുള്ള അബദ്ധധാരണകളൊക്കെ നമ്മൾ നോക്കിയാൽ സാധാരണക്കാരിൽ പറയുന്ന ഒരു കാര്യമാണ്, അബദ്ധങ്ങളാണ്. ഇനി നമ്മൾ വീട്ടിൽ ഒതുങ്ങിക്കൂടണം, ഈ വയസ്സുകാലത്ത് എന്തോ ചെയ്യാനാണ്. അത് ശരിയാണോ തെറ്റാണോ? 100% തെറ്റാണ്. ഒതുങ്ങിക്കൂടുക വയസ്സുകാലത്ത് എന്തോ ചെയ്യാനാണെന്ന് ചോദിച്ചാൽ, വയസ്സുകാലത്താണ് ഒത്തിരി കാര്യങ്ങൾ എന്ത് ചെയ്യാനൊക്കുന്നത്. നമ്മുടെ ജീവിതത്തിന് ഇനി എന്ത് പഠിക്കാനാണെന്നുള്ള ചിന്ത തോന്നും. സത്യത്തിൽ ജീവിതത്തിന് ഏറ്റവും നല്ല ഒരു ലക്ഷ്യം നൽകുന്നത് എന്താണ്? പഠനമാണ്. ഞാൻ ഈ IME പഠിപ്പിക്കാൻ പോകുമായിരുന്നു. ഒരു 45 ദിവസത്തെ കോഴ്സാണ് മാവേലിക്കര്. അതിനകത്ത് എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, പലരും റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടാണ് പഠിക്കാൻ വരുന്നത്. അവരാണ് ഏറ്റവും ആക്റ്റീവ് ക്ലാസ്സിൽ. ഉറങ്ങാതിരിക്കുന്നവരാണ്. കാരണം അവർക്കൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. ഞങ്ങൾ കൗൺസിലിംഗ് പഠിക്കാൻ വേണ്ടി മാസ്റ്റേഴ്സ് ഒരു കത്തോലിക്ക സെമിനാരി ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉള്ള 2-3 ക്ലാസ്മേറ്റ്സ് 70-ഉം 75-ഉം കഴിഞ്ഞവരായിരുന്നു. ഏറ്റവും നല്ലപോലെ പെർഫോം ചെയ്യുന്നത് അവരായിരുന്നു. കാരണം അവർക്ക് കുറച്ചുകൂടെ ഈ ഫാമിലി കൗൺസിലിംഗ് കണ്ടുവെക്കുമ്പോൾ എന്തുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ട്. കുറച്ചുകൂടെ അവരുടെ വൈഡായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉള്ളത് കൊണ്ട് പഠിക്കാൻ പറ്റിയ പ്രായം ഏതാ? പഠിക്കാൻ പറ്റിയ പ്രായമാണ്. പഠിക്കാൻ ഒക്കത്തില്ലെന്ന് ചിന്തിക്കുന്നത് ഒരു അബദ്ധധാരണയാണ്. പഠിക്കാൻ പറ്റിയ ഒരു പ്രായമല്ല. ഇനി എന്ത് പഠിക്കാനാണെന്നുള്ള ധാരണ മിഥ്യയാണോ സത്യമാണോ? മിഥ്യ. പഠിക്കാൻ ഒക്കുമെന്നുള്ളത് സത്യമാണ്. കാരണം ഏറ്റവും നന്നായിട്ട് ഈ 2019 ആരാധന നിന്നപ്പോൾ എല്ലാവരും സൂമി വന്നു. പിള്ളേരാരും സൂമി കയറിയില്ല. സൂമി കയറിയതല്ല ആരാ? അവരെങ്ങനെ പഠിച്ചേ? അവർ പഠിച്ചു. പഠിക്കേണ്ട വന്നപ്പോൾ എന്ത് ചെയ്തു? പഠിച്ചു. അപ്പോൾ എന്തെങ്കിലും പഠിക്കാൻ ഒക്കത്തില്ലെന്നുള്ളൊരു ചിന്ത ശരിയാണോ? അല്ല, പഠിക്കാം. ഇനിയും അത് തന്നെ ഞാൻ പറഞ്ഞ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. ഒരു നല്ല കാര്യമാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്, എൻ്റെ കാലം കഴിഞ്ഞു, എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നൊരു ചിന്ത വാർദ്ധക്യത്തിലുണ്ട്. അതും മിഥ്യയാണ്. ഇന്നത്തെ ഈ പിള്ളേരെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. കാരണം ഒരെണ്ണം 10 മണി കഴിയാതെ എഴുന്നേക്കത്തില്ല. ഈ ഭൂമി ഇല്ലാതായിപ്പോൾ 10-11 മണിക്ക് കിക്കിരി പൂക്കിരി ഇറക്കി വരുന്നത് കണ്ടിട്ടില്ലേ? രാവിലെ എഴുന്നേറ്റ് കതക് തുറക്കണേ ആര് വേണം? നമ്മൾ വേണം. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന ആരാ? പ്രായമുള്ളവരാ. അപ്പം നമ്മളെ കൊള്ളത്തിലെന്ന് പറയാനൊക്കോ? ഇല്ല. വീടിൻ്റെ കതക് തുറക്കണേയും ഗേറ്റ് തുറക്കുകയും, അല്ലെങ്കിൽ 11 മണി വരെ പാല് എവിടെ കിടക്കും? മുറ്റത്ത് കിടക്കും. പട്ടി എടുത്തുകൊണ്ട് പോകത്തില്ലേ? മോശമല്ലേ? അപ്പോൾ അതുപോലെ ആ പത്രം അവിടെ തന്നെ കിടന്ന് നനഞ്ഞു പോകത്തില്ലേ? രാവിലെ പത്രം എടുക്കണമെങ്കിലും അതൊന്ന് തുറന്ന് നോക്കണമെങ്കിലും പാലെടുത്ത് അകത്ത് വെക്കണമെങ്കിലും ആര് വേണം? നമ്മൾ വേണം. പ്രായമുള്ളവരല്ല, ആര് വേണം? നമ്മൾ വേണം. അപ്പോൾ അതിന് പിള്ളേരെ കൊള്ളാമോ? ഇല്ല. അപ്പോൾ നമ്മളെ കൊള്ളത്തില്ലെന്നുള്ള പറയുന്ന കാര്യം ശരിയാണോ? അല്ല. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ നമ്മുടെ സൗന്ദര്യം പോയെന്നൊരു ചിന്തയുണ്ട്. അത് തെറ്റാണ്. മറ്റൊരു കാര്യമാണ്, നമുക്ക് വാർദ്ധക്യത്തിൻ്റെ ഒരു കൺസെപ്റ്റാണ്, എല്ലാത്തിനോടും എന്തായിരിക്കും? ഒരു വിരക്തി ആയിരിക്കും. പക്ഷേ വിരക്തി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിനോട് നമുക്ക് ഒരു പാഷൻ വേണം. ഈ ബെർട്രാൻഡ് റസ്സൽ ചിന്തകനായിരുന്നല്ലോ, അദ്ദേഹം പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ചില അഭിനിവേശങ്ങൾ വേണം. ഒന്നാമത്തെ ഒരു അഭിനിവേശം എന്ന് പറയുന്നത് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഉള്ള ഒരു അഭിനിവേശം വേണം. മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനമാണ് എന്ത്? സ്നേഹിക്കുകയും സ്നേഹിക്കപ്പെടുകയും ചെയ്യും. അതിനോട് നമുക്കൊരിക്കലും എന്ത് പാടില്ല? വിരക്തി പാടില്ല. അപ്പോൾ ജീവിതത്തിൻ്റെ അഭിനിവേശങ്ങളാണ് ജീവിതം നിലനിർത്തുന്നത്. ഒന്നാമത്തെ കാര്യം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. രണ്ടാമത്തെ കാര്യം അറിവ് നേടാനുള്ള അഭിനിവേശം വേണം. അറിവ് നേടാനുള്ള അഭിനിവേശം. ഞങ്ങൾക്കിപ്പോൾ ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ട്, ചെറിയൊരു കോഴ്സാണ്. പക്ഷേ അതിനകത്ത് ഈ പ്രായമായൊരു വരും. വെളിപ്പാട് പുസ്തകമൊക്കെ കാര്യമായിട്ട് പഠിക്കുന്ന ആരാ? പ്രായമുള്ളവരാണ്. മറ്റവർക്കിത് വലിയ ഇഷ്ടമില്ല. കാരണം ഇപ്പം കർത്താവ് വന്ന അപ്പോൾ മറ്റവർക്കാണ് സത്യത്തിൽ വെളിപ്പാട് പുസ്തകം ആണെങ്കിലും കട്ടിയുള്ള വിഷയമാണ്. പക്ഷേ
വെളിപ്പാട് പുസ്തകം പഠിക്കുന്ന കൂടുതലും ആരാ? പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ആരാ? പ്രായമുള്ളവരാണ്. അപ്പം പഠിക്കാനുള്ള, അറിവ് നേടാനുള്ള ഒരു അഭിനിവേശം വേണം. മൂന്നാമത്തെ ഒരു അഭിനിവേശമാണ്, അത് വാർദ്ധക്യത്തിലുള്ളവർക്ക് കൂടുതലാണ്, കഷ്ടത അനുഭവിക്കുന്നവരുടെ സഹാനുഭൂതി എന്നൊരു അഭിനിവേശം വേണം. അത് കൂടുതലുള്ള പിള്ളേർക്കാണോ പ്രായമുള്ളവർക്കാണോ? പ്രായമുള്ളവർക്കാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് എല്ലാത്തിനോടൊരു വിരക്തി തോന്നും എന്ന് പറയുന്നത് മിഥ്യയാണോ സത്യമാണോ? മിഥ്യയാണ് അല്ലേ? മിഥ്യയാണ്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണമുണ്ട്, ഈ വാർദ്ധക്യത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ടാണ് കാണുന്നത് ദേഷ്യം എന്ന് പറയുന്ന വികാരം. അതും നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ഉള്ളതെന്നുള്ളതാണ് സത്യം. ദേഷ്യപ്പെടാത്ത വാർദ്ധക്യത്തെ കണ്ടിട്ടുണ്ടോ? നല്ലൊരു തെളിവാണ് അബ്ദുൽ കലാം. എറണാകുളത്ത് വന്നു പ്രായമായിട്ടാണ്. അപ്പോൾ അദ്ദേഹം കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളും കേട്ട് കാണും. താനിങ്ങനെ നടന്നു പോയപ്പോൾ വോക്കിംഗ് സ്റ്റിക്കിങ്ങനെ അശ്രദ്ധമായിട്ട് വെച്ച ഒരാളെ തട്ടി വീണു. എല്ലാവരും ഞെട്ടിപ്പോയി. ഒരു വാക്കുകൊണ്ട് പോലും പുള്ളിയുടെ മുഖത്ത് പോലും വ്യത്യാസം ഉണ്ടാകാതാണ് വാർദ്ധക്യത്തിലിരിക്കുന്ന അബ്ദുൽ കലാം എഴുന്നേറ്റ് പോയത്. എല്ലാവരും ദേഷ്യപ്പെടുന്നവരല്ല, വാർദ്ധക്യത്തിൻ്റെ മഹത്വം വരുന്ന ഒത്തിരി പേരുണ്ട്. ഉണ്ടോ? ഉണ്ട് വാർദ്ധക്യത്തിൽ. അപ്പോൾ വാർദ്ധക്യത്തിൽ എല്ലാവർക്കും ദേഷ്യമാണെന്നുള്ളത് ശരിയോ തെറ്റോ? തെറ്റാണ്. അത് തന്നെയല്ല, പലരുടെയും ദേഷ്യവും അടക്കുന്നതും ആരാ? കുഞ്ഞേ, ഇങ്ങനൊന്നും അല്ല മക്കളെ. ഒരരിശത്തിന് എടുത്ത് ചാടിയ നാട്ടിൽ ഞങ്ങളുടെ റാന്നിക്കാർ പറഞ്ഞൊരു കാര്യമാണ്. ഒരരിശത്തിന് എടുത്ത് ചാടിയ കേട്ടുണ്ടോ? ഒരരിശത്തിന് ആറല്ലേ ഈ ചാകാൻ വേണ്ടി ആറ്റിച്ചാടും. കുറച്ച് കഴിയുമ്പോൾ എന്തോ ചെയ്യണം? മുങ്ങിത്താഴുമ്പോൾ എന്തോ തോന്നും? തിരിച്ചു കയറണം തോന്നും. ഒരരിശത്തിന് എടുത്ത് ചാടിയ 7 അരിശത്തിന് എന്ത് ചെയ്യാനൊക്കത്തില്ല? തിരിച്ചു കയറാൻ ഒക്കത്തില്ല. ഇത് പറയണമെങ്കിൽ ആര് വേണം? പ്രായമുള്ളവർ വേണം. ഈ പ്രായമുള്ളവർ ഭയങ്കര ഒരു ഘടകമാണ്. അപ്പോൾ എല്ലാറ്റിനോടും ദേഷ്യം എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. എന്നാൽ മറ്റൊരു കാര്യമാണ് ഈ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ എനിക്കെന്ത് സാമ്പത്തികം എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നില്ല അത്ര ശരിയാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ബില്ലൊക്കെ എഴുതി വെക്കണം, എല്ലാം ഏൽപ്പിക്കണം. എന്നാൽ ATM കാർഡ് നമ്മുടെ ഇരിക്കണം. ATM കാർഡ് എന്ത് ചെയ്യേ? ആ കൊച്ചിൻ്റെ ഇല്ല പിൻ നമ്പർ അത്ര അടി എന്ന് ചോദിക്കരുത്. നിങ്ങൾക്കൊരു ഉപദേശിക്ക് 10 പൈസ കൊടുക്കണമെങ്കിൽ ഓൺലൈൻ ട്രാൻസ്ഫർ പഠിച്ചിരിക്കണം. പിന്നെ ഒന്ന് കൈയടിച്ചേര്. അതിന് ഒരു പിടി നിങ്ങളുടെ ഇരിക്കണം. ഇനി എന്നെ കൊണ്ട് ഒക്കത്തിലും ചിന്തിക്കാവോ? ഇല്ല. ബില്ലെഴുതി വെക്കണം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തിരിക്കണം, നമ്മുടെ സ്വത്ത് നോമിനി വെച്ചിരിക്കണം. പക്ഷേ അപ്പോഴും അപ്പർ ഹാൻഡ് ആയിരിക്കണം. ഏൽപ്പിക്കേണ്ടത് ഏൽപ്പിക്കണം, എന്നാലും ഒരു പിടി ആടെ ഇരിക്കണം. ഇത് മറ്റൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. ഈ മിഥ്യകൾ ഉള്ളപ്പോൾ തന്നെ ഒരുതരം ആശ്വാസമാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മുടെ ചുമടെല്ലാം എന്ത് ചെയ്തു? ഒരു പരിധി വരെ ഒന്ന് ഇറക്കി വെച്ചു. ഇനി നമ്മൾ എടുക്കുന്ന ചുമടേ ഉള്ളൂ. കൊച്ചുമക്കൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്ന എടുക്കുന്ന ചുമടാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമുക്ക് ഈ ബന്ധങ്ങൾ നിലനിർത്താൻ ആര് വേണം? പ്രായമുള്ളവരാണ്. ഈ പ്രായമുള്ളവർക്ക് ഇൻകമിങ് കോൾസ് കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ? കുറവായിരിക്കും. പക്ഷെ അവരുടെ ഫോണിൽ നിന്ന് എന്ത് പോകണം? അതിനാണ് തമ്മിലാണ് നമ്മളെ വെച്ചേക്കുന്നത്. ഈ പിള്ളേർ നമ്മളെ വിളിക്കണോ നമ്മൾ പിള്ളേരെ വിളിക്കണം? ലോകത്തുള്ള 5-6 പിള്ളേർ, അത് 8-10 കൊച്ചുമക്കൾ, ഇതുങ്ങളെല്ലാം വിളിക്കുന്ന ആരാ? അമ്മച്ചിനും അമ്മച്ചിയാ. സമയാസമയങ്ങളിൽ അമേരിക്കൻ സമയം അവരെ വിളിക്കും, ആസ്ട്രേലിയൻ സമയത്ത് ഇവരെ വിളിക്കും, കാനഡ സമയത്ത് അവരെ വിളിക്കും, GCC ടൈം അവരെ വിളിക്കും. ഇതിനാര് വേണം? വാർദ്ധക്യമുള്ളവർ വേണം. പിള്ളേരെ വിളിക്കണേ ആര് വേണം? പിള്ളേരും നാടുമായിട്ടുള്ള ബന്ധം ആരുടേതാ? അപ്പോൾ ഈ ഒരു പ്രായമാണ് ഏറ്റവും വലിയ ബ്രിഡ്ജ് മേക്കിംഗ് എന്ന് പറയുന്നത്. കാരണം കുഞ്ഞുങ്ങളെല്ലാം പോയി. ഇപ്പം തന്നെ എനിക്കറിയാവുന്ന ഒത്തിരി കൊച്ചുമക്കൾ നാട്ടിൽ വരുന്നത് ആരെ കാണാനാ? അപ്പച്ചനും അമ്മച്ചിയും കാണാം. ഈ അപ്പച്ചനും അമ്മച്ചി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവമല്ലേ? ചെറിയൊരു കാര്യമാണ്. അപ്പച്ചനും അമ്മച്ചിയും ഭയങ്കര ഒരു സംഭവം. അതില്ലാതെ പോകുമ്പോഴേ അതിൻ്റെ ദുഃഖമൊക്കെ അറിയത്തു. അപ്പച്ചനും അമ്മച്ചി കൊച്ചുമക്കൾക്ക് പേരൻസിനെക്കാട്ടി ഇഷ്ടം ആരോടാ? നമ്മൾ ഈ പേരൻസും പിള്ളേരും തമ്മിൽ ഭയങ്കര ഈ ഗ്യാപ്പാണ്, അല്ലെങ്കിൽ നമ്മൾ ജനറേഷൻ ഗ്യാപ്പാണ് അല്ലേ? പേരൻസും പിള്ളേരും തമ്മിൽ ഭയങ്കര ജനറേഷൻ ഗ്യാപ്പാണ് അല്ലേ? എൻ്റെ മോൻ ഇന്ത്യ ടൂറിന് സൈക്കിളിൽ പോയി. അവന് ഭ്രാന്തെടുത്തങ്ങ് സൈക്കിളിൽ അവന്മാർ 2-3 എണ്ണമുണ്ട്. ഞാനൊരു സൂത്രം ചെയ്തു. ചെങ്ങന്നൂർ ഞങ്ങളുടെ ഒരു അമ്മച്ചിയുണ്ട്. അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പിള്ളേർ വരുന്നുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കിയേക്കാൻ പറഞ്ഞു. ഇമാർ അമ്മച്ചി ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കി പിള്ളേരെ, മക്കളെ എൻ്റെ പൊന്നക്ക ചക്കരമുത്തട വന്ന് കഴിച്ചിട്ട് പോടാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മച്ചി നല്ല ഫുഡ് കൊടുത്തിട്ട് എൻ്റെ മോനെ കെട്ടിപ്പിടിച്ചൊരു കാര്യം, എൻ്റെ പൊന്നുമോൻ പോവല്ലെന്ന് പറഞ്ഞു.
അവൻ തിരിച്ച് വീട്ടിൽ പോയി. അവൻ തിരിച്ച് വീട്ടിൽ പോയി. അമ്മച്ചിയുടെ കണിച്ചിട്ട് കണ്ടിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യുന്നില്ല, പോകുന്നില്ല. അപ്പോൾ സത്യത്തിൽ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യണേ ആര് വേണം? സമ്പുഷ്ട വാർദ്ധക്യം ഉണ്ടെങ്കിലേ ഈ പിള്ളേർ കേൾക്കത്തുള്ളൂ. പ്രായമുള്ളവർ വഷളാക്കുമെന്ന് പറഞ്ഞാൽ പോലും പേരൻസിനെക്കാട്ടിലും അറ്റാച്ച്ഡ് ആരവരായിരിക്കും. അപ്പം ഈ ഏറ്റവും വലിയ നിങ്ങൾ ഗ്യാപ്പ് അകറ്റുന്നവരല്ല, ഈ ഗ്യാപ്പെല്ലാം ബ്രിഡ്ജ് ചെയ്യുന്നത് ആരാ? ഒരു വാർദ്ധക്യം, സമ്പുഷ്ട വാർദ്ധക്യത്തിൻ്റെ ഗ്യാപ്പ് എന്ത് ചെയ്യാനൊക്കത്തുള്ളൂ? ബ്രിഡ്ജ് ചെയ്യാനൊക്കത്തുള്ളൂ. ആം ഐ റൈറ്റ് ഓർ നോട്ട്? അല്ലേ? ആണോ? അപ്പോൾ നിങ്ങളെ ഞങ്ങൾ എന്ത് വിളിക്കണം? ബ്രിഡ്ജ് മേക്കേഴ്സ്. ഒന്ന് കൈയടിച്ചു തരാം, അല്ലേ? ബ്രിഡ്ജ് മേക്കേഴ്സാണ്. വേറെ ബ്രിഡ്ജ് മേക്കേഴ്സ്. യു ആർ ദ ബ്രിഡ്ജ് മേക്കേഴ്സ്. ഞങ്ങളുടെ ഈ പിള്ളേരെ എല്ലാം പിടിച്ചു നിർത്തണമെങ്കിൽ നിങ്ങൾ വേണ്ടേ? അപ്പനും അമ്മയും പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരും ഒറ്റ ആളുടെ കരച്ചിന് മുമ്പേ ആയി. ആരുടെയാ? അയ്യം. എൻ്റെ ഒത്തിരി അനുഭവമാണ്. നല്ല ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ പിള്ളേരെങ്ങും പോകത്തില്ല. കാരണം അവരെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ ആർക്കേ കഴിയത്തുള്ളൂ. അതിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ എൻ്റെയൊക്കെ അനുഭവത്തിൽ കൊച്ചിലെ അപ്പായി അമ്മയും മാറ്റി കിടത്തിയാലും പിന്നെ നമ്മൾ കിടക്കുന്ന ആരുടെ കൂടെ? അപ്പച്ചൻ്റെ കൂടെ. ഞാൻ അപ്പച്ചൻ്റെ കൂടെ കിടന്നുകൊണ്ട്. അയ്യോ എന്തോ ആയിരുന്നു എൻ്റെ അപ്പച്ചൻ. 10 വയസ്സ് വരെ നമ്മളെ ഒരു പ്രായത്തിൽ മാറ്റി ഓർമ്മ വെച്ചിരിക്കുമ്പോൾ മാറ്റി അപ്പോൾ പേരൻസ് കിടത്തുമല്ലോ സ്വാഭാവികമായിട്ട്. പേരൻസ് കിടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ആരാ? അയ്യോ, അപ്പോൾ അവരുടെ സാന്നിധ്യം ചെറിയൊരു സാന്നിധ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഓർക്കപ്പെടണം, നമ്മൾ ഒരു ഭാരമല്ല, നമ്മൾ ആരാണ്? ബ്രിഡ്ജ് മേക്കേഴ്സ്. നിങ്ങൾ ആരോഗ്യത്തോട്ടിരുന്നാലേ കുഞ്ഞുങ്ങൾ പോകാതെ ബന്ധങ്ങളെ എപ്പോഴും ചേർത്ത് പിടിക്കാൻ നമുക്ക് വേണം. അപ്പോൾ തന്നെ ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടി ജീവിക്കാൻ തമ്പുരാൻ തന്നിരിക്കുന്ന ഒരു ആയുസാണ് ഇപ്പോൾ, അല്ലേ? നമുക്ക് വേണ്ടി എന്ത് ചെയ്യണം? ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഇത്ര നാൾ നമ്മൾ പലർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. പിള്ളേർക്ക് വേണ്ടി ജീവിച്ചു, കൊച്ചുമക്കൾക്ക് വേണ്ടി ജീവിച്ചു. ഇനിയുള്ള വാർദ്ധക്യത്തിൽ കുറച്ച് നാളെങ്കിലും ആർക്ക് വേണ്ടി ജീവിക്കണം? നമുക്ക് വേണ്ടി ജീവിക്കണം. അപ്പോൾ അതുകൊണ്ട് നടക്കണം. ഇനി എന്തോ എക്സസൈസ് ചെയ്യാനാണെന്ന് ചിന്തിക്കരുത്. നടക്കണം. നടക്കാനൊക്കെ പറ്റിയ സമയം ഇതാണ്. മറ്റേ തിരക്കിനിടെ എന്ത് ചെയ്യാനൊക്കത്തില്ല, നടക്കാനൊക്കത്തില്ല. നല്ല അപ്പിയറൻസിൽ നടക്കണം. ഇനി മറ്റൊരു വലിയൊരു കാര്യമുണ്ട്. നമുക്ക് അനുഭവ സമ്പത്തുകളുള്ളത് എപ്പോഴും ആർക്കാ? പ്രായമുള്ളവർക്ക്. എൻ്റെ അപ്പച്ചൻ്റെ ഡയറി ഇപ്പോഴും വീട്ടിയിരിപ്പുണ്ട്. എന്തെല്ലാം അറിവുകളാണെന്നറിയാം അതിനകത്ത്. ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവൻ അറിവുകളും അതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് എഴുതാനൊക്കുന്നവരൊക്കെ എന്തെഴുതണം? ഡയറിയെങ്കിലും, വലിയ പുസ്തകമൊന്നും പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും എന്തെങ്കിലും എഴുതണം. ഡയറിയെങ്കിലും എഴുതി വെക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ തന്നെ ശകാരം കൊണ്ടും ദേഷ്യം കൊണ്ടും അസഭ്യ വാക്കുകൾ കൊണ്ടും അന്തരീക്ഷത്തെ കലുഷിതമാക്കുന്ന ഒത്തിരി വാർദ്ധക്യമുള്ളവരുണ്ടെങ്കിലും അതല്ലാതെ സ്നേഹം കൊണ്ട് കുടുംബത്തെ പൊതിഞ്ഞു നിർത്തണമെങ്കിൽ ആര് വേണം? പ്രായമുള്ളവർ വേണം. നമുക്ക് ദൈവം ഈ ഭൂമിക്ക് വേണ്ടി, ഇനിയും വരാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ തന്നിരിക്കുന്ന വലിയൊരു ശിഷ്ടായുസാണ് നമ്മുടെ വാർദ്ധക്യം എന്ന് പറയുന്നത്. പലർക്കും കിട്ടിയില്ല. പലരും അകാലത്തിൽ പൊലിഞ്ഞു, 60 എത്തുന്നതിന് മുമ്പ് പോയി. അപ്പം അത് കഴിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഒരു പറ്റ അനുഭവ സമ്പത്തുമായി വിശ്വാസത്തിൻ്റെ ഓർമ്മകളുമായിട്ട് ഇരിക്കുകയാണ്. ഞാൻ സഭകളിൽ പ്രശ്നമുണ്ടാകും. അപ്പോൾ നമുക്ക് 71 സങ്കീർത്തനത്തിലെ ചിന്തകളെ ഒന്ന് ധ്യാനിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. 71 സങ്കീർത്തനത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. എന്തുകൊണ്ടാണ് ഒരു അത്ഭുതമായിരിക്കുന്നത്? ഇത് പറയുന്നത് വാർദ്ധക്യകാലത്താണ്. അതുകൊണ്ടാണ് 9-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, വാർദ്ധക്യകാലത്ത് നീ എന്നെ എന്ത് ചെയ്യരുതേ? തള്ളിക്കളയരുത്. ബലം ക്ഷയിക്കുമ്പോൾ എന്നെ എന്ത് ചെയ്യരുതേ? കൈവിടരുത്. സത്യത്തിൽ ഒരു ദാമ്പത്യത്തിൽ ദമ്പതികൾ പിരിയുന്നതും വാർദ്ധക്യത്തിലാണ് കൂടുതലും. എന്നാൽ ദാമ്പത്യത്തിൻ്റെ സന്തുഷ്ടി അറിയുന്നതും എപ്പോഴാണ്? വാർദ്ധക്യത്തിൽ. യൗവനകാലത്തൊക്കെ ഒരു ശാരീരിക വശമുണ്ട് ദാമ്പത്യത്തിൽ. എന്നാൽ വാർദ്ധക്യത്തിൽ അത് ശാരീരിക വശത്തിനപ്പുറത്ത് എന്താണ്? ജീവിത പങ്കാളി, കൂട്ടെന്ന് പറയുന്ന ഒരർത്ഥത്തിലേക്ക് ദാമ്പത്യം വളരുന്നത് എപ്പോഴാണ്? വാർദ്ധക്യത്തില്ല. അതെന്ത് രസമാണെന്നറിയാം. ഇവർ രണ്ടും കൂടി ഈ വർത്തമാനം പറയുന്നത്. പണ്ട് വർത്തമാനം പറയാൻ കിട്ടത്തില്ല, പക്ഷേ ഇപ്പോൾ ഇരുന്ന് മുഴുവൻ എന്ത് ചെയ്യും? അയ്യോ, അത് ഞാനിങ്ങനെ നോക്കിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കിളവനും എന്ന് പറഞ്ഞാൽ പ്രായമുള്ളൊരു വർത്തമാനം പറയും. അവരെന്തെല്ലോ രണ്ടുപേരും കൂടെ ഈ വരാന്തേ വന്നിരിക്കും ചേട്ടത്തൊക്കെ ചെന്ന്. എനിക്കിത് ഭയങ്കര രസമാണ്, ഭയങ്കര ഇഷ്ടമാണത് കാണാൻ. അതിനകത്തെ വശം, നമ്മൾ ആരോഗ്യമുള്ളൊരു പെണ്ണ് അടുത്തിരി 10 മിനിറ്റ് ഇരിക്കുമ്പോൾ അവൾ കെഞ്ചും ഒരു 10 മിനിറ്റ് ഇരിക്കാൻ. പക്ഷേ വാർദ്ധക്യത്തിൽ ദാമ്പത്യത്തിന് ഏറ്റവും വലുതെന്താ? കൂട്ടാണ്.
അപ്പോൾ കൂട്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത് കൂടുതലും എപ്പോഴാണ്? ആരോഗ്യമുള്ളപ്പോഴാണോ വാർദ്ധക്യത്തിലാണോ? വാർദ്ധക്യത്തിൽ. കാരണം പിള്ളേർ പോയി, എല്ലാവരും പോയി, ഇനിയിപ്പോൾ ആരേ ഉള്ളൂ? അച്ഛനമ്മയല്ലേ ഉള്ളൂ. കല്യാണം കഴിച്ചപ്പോൾ നമ്മൾ അവർക്ക് ജീവിച്ചു, ഭാര്യയും ഭർത്താവും ഭയങ്കര. പിള്ളേർ വന്നാൽ പിന്നെ ആരുടെ അച്ഛനായി? പിള്ളേരുടെ അച്ഛനായി. ഇപ്പം പിള്ളേരുടെ അച്ഛൻ, പിള്ളേരെന്ത് ചെയ്യും? പോയി. അതുകൊണ്ട് വാർദ്ധക്യം എപ്പോഴും കൂടുതൽ ഈ നമ്മുടെ സ്വന്തം ഇവിടെ ഉള്ളെന്ന് തിരിച്ചറിയുന്ന എപ്പോഴാണ്? വാർദ്ധക്യത്തിലാണ്. നമ്മൾ അതുവരെ സ്വന്തമായിട്ടൊന്നും കാണാറില്ല. കാരണം കല്യാണം കഴിച്ചപ്പം അമ്മയുണ്ടായിരുന്നു, അമ്മ ഇടയ്ക്ക് ഇൻട്രൂഡറായിരുന്നു. അത് കഴിഞ്ഞപ്പോഴോ പിള്ളേർ ഇൻട്രൂഡറായി. അന്ന് പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ജീവിച്ചു? പിള്ളേർക്ക് വേണ്ടി ജീവിച്ചു. പിള്ളേർ മിണ്ടാൻ സമയത്ത് പിള്ളേർ നമ്മുടെ സ്വന്തമാണോ? ആണോ? അല്ല. സത്യത്തിൽ ഒരു സെക്കൻഡ് ഫേസ് ഓഫ് ലൈഫ് അത് കിട്ടുന്നത് ഈ ഒരു 60+ലാണ്. അതുവരെ നമ്മൾ ആർക്കൊക്കെ വേണ്ടി ജീവിച്ചതാണ്. അപ്പോൾ ഇവിടെ പറയാണ്, വാർദ്ധക്യകാലത്ത് അങ്ങനെ എന്ത് ചെയ്യരുതേ? തള്ളിക്കളയരുതേ. ബലം ചെയ്യിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കുക. അത് വലിയൊരു ഗൗരവമുള്ളൊരു കാര്യമാണ്. കാരണം ഇന്ന് ഒരു തരത്തിൽ വാർദ്ധക്യമുള്ളവരെ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഉപേക്ഷിക്കപ്പെടുന്നു. അപ്പം ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു കാലമാണ് എന്ത്? വാർദ്ധക്യം എന്ന് പറയും. അത് അന്ന് ഇന്നും അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുക, വാർദ്ധക്യകാലത്ത് എന്നെ എന്ത് ചെയ്യരുതേ? തള്ളിക്കളയരുതേ. ബലം ചെയ്യിക്കുമ്പോൾ എന്നെ ഉപേക്ഷിക്കണം. ഈ ബലം ചെയ്യിക്കുമ്പോൾ ആര് കൈവിടാം? മക്കളൊക്കെ കൈവിടാം. ഉപേക്ഷിക്കരുതേ എന്ന് പറയുമ്പം തന്നെ അടുത്ത വാക്യത്തിൽ ഇത് കാണുന്നുണ്ട്. ദൈവമേ, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ എന്ത് ചെയ്യരുതേ? ഉപേക്ഷിക്കരുത്. 10-ാം വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗം. വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് എന്നെ എന്ത് ചെയ്യരുതേ? ഉപേക്ഷിക്കാം. അപ്പോൾ ഉപേക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിൽ സംഗീതക്കാരൻ പറയുന്നു, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. കാരണം അബ്രഹാം ഒരു അത്ഭുതമായിരുന്നു. എന്തൊരു ധന്യമായൊരു ജീവിതമാണെന്നറിയാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്നു. അബ്രഹാം നോക്കി, ഉൽപ്പത്തി 24:1. അബ്രഹാം വയസ്സി എന്ന് വൃദ്ധനായി. ദൈവം അവനെ, ഉൽപ്പത്തി 24:1 ആണോ? 24:1 തന്നെ. അബ്രഹാം വയസ്സി എന്ന് വൃദ്ധനായി. ദൈവം അവനെ സകലത്തിലും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അപ്പോൾ അബ്രഹാമിൻ്റെ വാർദ്ധക്യം എന്തായിരുന്നു? അനുഗ്രഹിക്കപ്പെട്ടൊരു വാർദ്ധക്യമാണ്. 75-ാമത്തെ വയസ്സിൽ ഇറങ്ങിത്തിരിച്ച് അബ്രഹാം ദൈവത്തോട് കൂടെ നടക്കുകയാണ്. അപ്പം വാർദ്ധക്യം അനുഗ്രഹപ്രദമാകുമെന്നുള്ളതിൻ്റെ ധാരാളം തെളിവുകൾ വേദപുസ്തകത്തിലുണ്ട്. അബ്രഹാം പറയുകയാണ്, അബ്രഹാം വയസ്സി എന്ന് വൃദ്ധനായി, ദൈവം അവനെ സകലത്തിലും അനുഗ്രഹിച്ചു. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ യാക്കോബിനെ കാണുന്നു. യാക്കോബ് മരിക്കുമ്പോൾ കാലെവിടെ കയറ്റി വെച്ചു? കട്ടിൽമേലെ കയറ്റി വെച്ചിട്ട് പിള്ളേരെ എല്ലാം വിളിച്ച് പ്രവചിച്ചിട്ടാണ് മരിക്കുന്നത്. ഓരോരുത്തരോടും പ്രവചിച്ചു, ഗുണവും ദോഷവും പ്രവചിച്ചു. ജോസഫ് മരിക്കുമ്പോൾ അതിലും വലിയൊരു കാര്യം പറഞ്ഞു. ഞാൻ മരിക്കുമ്പോൾ എൻ്റെ എന്തുകൂടെ കൊണ്ടുപോകണം? അസ്ഥി കൂടെ കൊണ്ടുപോകണം. ഈ അസ്ഥി കൊണ്ടുപോകണം എന്ന് പറയുന്നതിനകത്ത് പഴയ നിയമത്തിൽ അവിടെ ഒരു പുറപ്പാടാണ്. പുതിയ നിയമത്തിൽ അസ്ഥി കൊണ്ടുപോകണമെങ്കിൽ എന്ത് തുറക്കണം? അസ്ഥി തുറക്കണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ എന്ത് തുറക്കണം? കല്ല തുറക്കണം. അന്ന് ഈ ആദിയാന്മാരുടെ സംഹാരം നടന്ന് ഇവർ പുറപ്പെടുന്ന രാത്രിയിൽ 2 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഒന്ന്, പറവോ തൊട്ട് എല്ലാവരുടെയും വീട്ടിൽ ആര് മരിച്ചു? കടിഞ്ഞൂലുകൾ മരിച്ചു. കടിഞ്ഞൂല് മരിച്ചപ്പോൾ ഇവരെല്ലാവരും അടക്കണ്ടേ? അപ്പം സാധാരണ അവരെ അടക്കണമെങ്കിൽ സുഗന്ധദ്രവ്യം ഇടണം. സുഗന്ധദ്രവ്യം ഇടുന്നവരെ രാജാവ് വിളിച്ചപ്പം പറഞ്ഞു കാണും, എൻ്റെ വീട്ടിലും എന്ത് ചെയ്തു? മരണം നടന്നു. എനിക്ക് വരാനൊക്കുമോ? ഇല്ല. കുഴലൂത്തുകാരെ വിളിച്ചു. അവർ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല, വരാനൊക്കത്തില്ല. സകലരുടെ വീട്ടിലും വരാനൊക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും മമ്മട്ടിയുമായിട്ട് ഇറങ്ങിയ ഒരു ദിവസമാണെന്ന് കടിഞ്ഞൂൽ സംഹാരം. അന്ന് ഇസ്രായേൽ മക്കളും ഇറങ്ങി. എന്ത് തുറക്കാനാ? കല്ലറ തുറക്കാൻ. എന്തെടുക്കാൻ? അസ്ഥി എടുക്കാൻ. അസ്ഥി എടുക്കാൻ കാരണമുണ്ട്. ഈ കല്ലറയുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്തവർ ജീവനായി പുനരുദ്ധാനം ചെയ്യുന്ന ഒരു ദിവസം വരും. അപ്പോൾ ഈ പുനരുദ്ധാന പ്രത്യാശ മരിക്കാൻ നേരത്ത് പകർന്നു കൊടുത്തത് ആരാ? ജോസഫാണ്. ഇത് നമ്മുടെ വലിയൊരു കാര്യമാണ്. യാക്കോബ് ചെയ്യുന്ന വലിയൊരു കാര്യമുണ്ട്. യാക്കോബ് മരണകാലത്തെങ്കിൽ കണ്ണുവയ്യ, എന്നോ വെളിപ്പാടൊക്കെ നോക്കി. ആരെ വിളിച്ചു? ജോസഫിൻ്റെ 2 പിള്ളേർ വന്നു. ആരൊക്കെയാ? എബ്രഹീമും മനശ്ശെ. അന്നേരം യാക്കോബ് എങ്ങനെ അനുഗ്രഹിച്ചേ? കൈ പിണച്ച് വെച്ച് അനുഗ്രഹിച്ചു. ആരുടെ മേലെ ആ കൈ വന്നു? വലം കൈ ആരുടെ മേ വന്നു? ഇളവൻ്റെ മേ വന്നു. ഇടം കൈ എവിടെ വന്നു? മൂത്തവൻ്റെ മേയോ. അപ്പോൾ കണ്ണ് കാണുന്ന ജോസഫിന്
ഈ കാഴ്ചയേ ഉള്ളൂ. ഏത് കാഴ്ച? ഷോർട്ട് സൈറ്റാണ്. അപ്പച്ചന് കണ്ണ് കാണത്തില്ലെങ്കിലും എന്തുണ്ട്? ലോങ് സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവരുടെ ഒരു പ്രത്യേകതയാണ്, അവർക്ക് എന്തോ ഉണ്ടാകാം, ലോങ് സൈറ്റ് ഉണ്ട്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു വെച്ചത് വെച്ചു എന്ന് പറഞ്ഞു. അതിനൊരു കാര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഓർഡർ തെറ്റിയാൽ എന്ത് വരുന്നേ? അനുഗ്രഹം. ഓർഡർ അനുസരിച്ചാണെങ്കിൽ ആർക്ക് വരണം? മൂത്തവന് വരണം. മൂത്തവന് വരാൻ വഴിയാതെ ഇളവന് വന്നതിന് കാര്യം തമ്പുരാൻ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് ഓർഡർ അനുസരിച്ചാണോ, ഓർഡർലെസ് ആയിട്ടാണോ? ഓർഡർലെസ് ആയിട്ട്. ഓർഡർ അനുസരിച്ചാണെങ്കിൽ എറണാകുളം പട്ടണത്തിൽ നിങ്ങൾ ആരെങ്കിലും വിശ്വാസത്തിൽ വരുമോ? വരത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, ഞങ്ങളുടെ വീട് മദ്യപിച്ച് വഴക്കും ചീത്തയും പോലീസും അടിയും പിടിയായിട്ട് കിടക്കുമ്പോൾ ഞങ്ങളുടെ തൊട്ട് മുമ്പിലത്തെ മത്തമ്മക്കാരായ കുടുംബത്തിൻ്റെ വീട്ടിൽ 4 മണിക്കും 7 മണിക്കും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അന്ന് നമ്മുടെ വീട്ടിൽ പൂരപ്പാട്ടായിരുന്നു. പക്ഷേ തമ്പുരാൻ തിരഞ്ഞെടുത്തപ്പോൾ ആരെ എടുത്തു? പൂരപ്പാട്ടുള്ള വീട്ടിൽ നിന്ന് എടുത്തു. അതിൻ്റെ കാരണം ഓർഡറായിരുന്നു. ഓർഡർ തെറ്റിയായിരുന്നു. ഓർഡർ തെറ്റിയ. അപ്പോൾ ഓർഡർ തെറ്റി, ക്രമം തെറ്റി അനുഗ്രഹം വരുമെന്നും ഇളയവൻ്റെ മേൽ അനുഗ്രഹം വരുമെന്നുള്ള ഉൾക്കാഴ്ച ആർക്കുണ്ടായിരുന്നു? ജോസഫിനുണ്ടായിരുന്നു. ആർക്കാ? യാക്കോബിനുണ്ടായിരുന്നു. വല്യപ്പച്ചനാ കൈ പിണച്ച് വെച്ച് അനുഗ്രഹിച്ചു. ഇനിയും വേറൊരു വലിയ കാര്യം കൂടെ അതിനകത്തില്ലേ? കൈ പിണച്ച് വെച്ച് നോക്കിക്കേ. കൈയൊന്ന് പിണച്ച് വെച്ച് നോക്കി. എന്തിൻ്റെ ചിഹ്നമായി? കൈയൊന്ന് പിണച്ച് വെച്ചാൽ എന്തിൻ്റെ ചിഹ്നമായി? ക്രോസിൻ്റെ ചിഹ്നമായി. അപ്പോൾ ഈ യാക്കോബിന് ഈ കണ്ണ് കാണത്തില്ലെങ്കിലും എന്തിനെക്കുറിച്ച് അറിയായിരുന്നു? ഒരു ദീർഘദർശനം ഉണ്ടായിരുന്നു. ആരെക്കുറിച്ച്? വരാൻ പോകുന്ന ക്രിസ്തുവിന്. ഇത് ആർക്ക് പകർന്നു? 3-ാം തലമുറയ്ക്ക് പകർന്നു. എബ്രഹീമിനും മനശ്ശിനും ക്രൂശിൻ്റെ ദർശനം കൊടുത്ത ആരാ? യാക്കോബാണ്. യോസഫ് പറയുന്നുണ്ട്, എൻ്റെ അസ്ഥിയൂടെ എന്ത് ചെയ്യണം? യോസഫ് മനശ്ശിയുടെ മകൾ മാക്കീരിൻ്റെ മക്കൾ 4-ാം തലമുറ കണ്ടു. നമ്മളെ തൊട്ടല്ലേ തലമുറ കൂട്ടുന്നേ. അപ്പം 4-ാം തലമുറയോട് പറഞ്ഞു, കുഞ്ഞെ, നമ്മളിവിടെ സ്ഥിരതാമസക്കാരൊന്നും അല്ല, നമ്മളിവിടെ അന്യരും പരദേശികളോ, നമുക്കിവിടെ നിന്നൊരു പുറപ്പാടുണ്ട്, നമുക്കൊരു മോക്ഷപുരി ഉണ്ടെന്നുള്ള അറിവ്. ഇത് നമ്മുടെ സ്വന്തം സ്ഥലമല്ല, ഈ മണ്ണെ പ്രതി മാണിക്യം കളയരുതെന്നുള്ള അറിവ് ജോസഫ് ആർക്ക് കൊടുത്തു? 4-ാം തലമുറയ്ക്ക് പകർന്നു കൊടുത്തു. ഇത് കൊടുക്കണമെങ്കിൽ ആര് വേണം? വാർദ്ധക്യത്തിലുള്ളവർ വേണം. ഒറ്റയാളെ ഞാൻ കാണുന്നുള്ളൂ വാർദ്ധക്യത്തിൽ വളരെ ഇച്ചിരി കഷ്ടപ്പെട്ടു പോയത്. അത് ഏലി പുരോഹിതനാ. എങ്ങനെയാ മരിച്ചേ? സൂലിച്ചവനായിരുന്നു, പുറമോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. അതിനൊരു റീസൺ കാണാം. ഈ പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ കാണുന്നൊരു കാര്യമുണ്ട്. കഴുതയുടെ കടിഞ്ഞൂലിനെ ആട്ടുംകുട്ടിയും കൊണ്ട് എന്ത് ചെയ്യണം? വീണ്ടെടുക്കണം. കടിഞ്ഞൂൽ വീണ്ടെടുപ്പ് കർമ്മം നടന്നില്ലെങ്കിൽ കഴുതയുടെ കഴുത്ത് പിടിച്ച് എന്ത് ചെയ്യണം? ഓടിച്ചു കളയണം. അപ്പം ഈ ഏലിക്ക് തമ്പുരാനിട്ട വില എന്തായിരിക്കും? കഴുതയാണ്. കാരണം ആരെ വളർത്തിയില്ല? മക്കളെ ശരിക്കും വളർത്തിയില്ല. ഈ മക്കളെ ശരിക്കും വളർത്താത്ത അവർക്ക് ഈ ദർശനം പകർന്നു കൊടുക്കാതെ എൻജിനീയറിങ്ങും മെഡിസിനും ജോലിയും പൈസയും മാത്രമാണ് വലുതെന്ന് പകർന്നു കൊടുത്താൽ അവരെ സമം ആരാ? കഴുതയാണ്. അവർ ഏലിയാണ്. അതുകൊണ്ട് പുറമോട്ട് കഴുത്തൊടിഞ്ഞ് വീണ് എന്ത് ചെയ്തത്? മരിച്ചത്. എന്നാൽ അതിനപ്പുറത്ത് ദർശനം പകർന്ന ഒരാളുണ്ട്. ആരാ? ജോസഫ് പറഞ്ഞു, ഞാൻ മിസ്രൈമിലെ കാര്യമൊക്കെ അന്ന് ഈ പ്രശ്നമില്ല, പക്ഷേ ഇത് നമ്മുടെ ശാശ്വത ഭൂമി അല്ല, ഇവിടെ നമുക്ക് എന്തുണ്ട്? ഒരു പുറപ്പാടുണ്ട്. ഇത് പകർന്നു കൊടുക്കണമെങ്കിൽ ആര് വേണം? വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവർ വേണം. ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. വാർദ്ധക്യത്തിൽ ഇരിക്കുന്നവർക്ക് ഈ ഡിറ്റാച്ച്ഡായിട്ട് കാര്യങ്ങളെ കാണാൻ കഴിയത്തുള്ളൂ. മറ്റവരൊക്കെ ഇച്ചിരി അറ്റാച്ച്ഡായിരിക്കും. വീണ്ടും നമ്മൾ വേദപുസ്തകത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ധാരാളം പ്രിയപ്പെട്ടവരെ കാണുന്നുണ്ട്. കർത്താവ് ജനിച്ചു. ആരാ എടുത്തത്? കൈകളെടുത്തത് ശിമയോനാ. ശിമയോനെ എടുത്തിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? അടിയനെ ഇനിയും സമാധാനത്തോടെ എന്ത് ചെയ്യണമേ? മരിക്കാൻ അനുവദിക്കണം. അപ്പം തന്നെ ദീർഘനാളിരുന്ന ഒരു സഹോദരി അവിടെ കാണുന്നുണ്ട്. ആരാ? ഹന്നയാണ്. വാർദ്ധക്യത്തിൻ്റെ ഒരു മഹത്വമാണ് അവിടെ കാണുക. അപ്പോൾ ഈ സംഗീതനക്കാരൻ പറയുകയാണ്, ദൈവമേ, ഞാൻ പലർക്കും എന്തായിരിക്കുന്നു? ഒരു അത്ഭുതമായിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് അവിടെ കാണുന്നുണ്ട്. പല കാരണങ്ങളാണ് തൻ്റെ വാർദ്ധക്യത്തെ അത്ഭുതമാക്കിയത്. ഒന്നാമത്തെ കാര്യം നമ്മൾ കാണുന്നു, എൻ്റെ ദൈവമായ യഹോവയായ കർത്താവേ, അങ്ങൻ്റെ എന്താകുന്നു? പ്രത്യാശയാകുന്നു. 5-ാം വാക്യം, അങ്ങൻ്റെ എന്തായിരുന്നു? പ്രത്യാശയാകുന്നു. അല്ലേ? ഉറക്കെ ഒരുമിച്ചൊന്ന് വായിച്ചേ. ലോർഡ്, യു ആർ മൈ ഹോപ്പ്. നീ അങ്ങൻ്റെ ആരാ? പ്രത്യാശയാണ്. ഈ വാർദ്ധക്യത്തിൽ ഒരു കാര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നിരാശയാണ്. നിരാശയുള്ളവർ ഒരിക്കലും എന്താകത്തില്ല? അത്ഭുതമാകത്തില്ല. നിരാശയുള്ളവരെന്താകത്തില്ല? അത്ഭുതമാകണമെങ്കിൽ എന്തോ വേണം? പ്രത്യാശ വേണം. പ്രത്യാശയ്ക്കോ എന്ത് വരത്തില്ല? ഭംഗം വരത്തില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അപ്പം
പ്രത്യാശയ്ക്ക് എന്ത് വരത്തില്ല? ഭംഗം വരത്തില്ല. അപ്പം നീ അങ്ങൻ്റെ ആരാണ്? പ്രത്യാശയാണ്. നിരാശയ്ക്ക് ഇടം കൊടുക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് വാർദ്ധക്യം. ഞാൻ മുമ്പേ പറഞ്ഞ പല കാരണങ്ങൾ. എന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ, എനിക്കിനി ആവശ്യമില്ലല്ലോ, എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ, അങ്ങോട്ട് എന്ത് ചെയ്യാം? വിളിക്കാം. ഔട്ട് ഗോയിങ് പോകണമെന്നുള്ള ചിന്ത, ബന്ധങ്ങളിലെ ബ്രിഡ്ജാകണമെന്നുള്ള ചിന്ത, അതെല്ലാം നമുക്ക് എന്തു പകരും? പ്രത്യാശ പകരും. അങ്ങൻ്റെ പ്രത്യാശയായിരിക്കും. ബാല്യം മുതൽ അങ്ങൻ്റെ എന്താണ്? ആശ്രയമാണ്. ഗർഭം മുതൽ അങ്ങനെ താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ എടുത്തവൻ നീ തന്നെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നൊരു കാര്യം കണ്ടോ? എവിടെ മുതലുള്ള സാക്ഷ്യമാണ് പറയുന്നത്? ഗർഭം മുതലുള്ള സാക്ഷ്യം പറയണമെങ്കിൽ അമ്മയിൽ നിന്ന് കേട്ടതാണ്. വല്യമ്മച്ചിയിൽ നിന്ന് കേട്ടതായിരിക്കും, അല്ലെ അമ്മയിൽ നിന്ന് കേട്ടത്. ഈ അമ്മയിൽ നിന്ന് കേട്ടത് പറയണമെങ്കിൽ, സാക്ഷ്യം പറയണമെങ്കിൽ ആര് വേണം? വാർദ്ധക്യമുള്ളൊരു മനുഷ്യൻ വേണം. വാർദ്ധക്യമുള്ള മനുഷ്യർക്ക് എന്ത് കൂടുതലാണ്? സാക്ഷ്യം കൂടുതൽ. ന്യൂ ഇന്ത്യ ദൈവസഭ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുക. പക്ഷേ അവിടെ ഇപ്പം വലിയൊരു ഗ്യാപ്പുണ്ട്. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ മാസത്തിൽ ഒരിക്കൽ ചിങ്ങവനത്ത് പോകുമായിരുന്നു. സത്യമായിട്ട് എനിക്ക് ഭയങ്കര, ഞാൻ ഇന്നലെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞ കാര്യമാണ്. മാസത്തിൽ ഒരിക്കൽ ചിങ്ങവനത്ത് പോകും. ഇന്ന് ഞങ്ങളുടെ ചിങ്ങവനം കാട് പിടിച്ച് കിടക്കുക. ഒരൊറ്റ മനുഷ്യൻ അങ്ങോട്ട് പോകത്തില്ല. ആരെ കാണാനാണ് പോകുന്നത്? OPC 2-3 ഇരിപ്പുണ്ട്. അവരെ കാണാൻ നമുക്കെന്താ അത്യാവശ്യം? മറ്റേ ചിങ്ങവനത്ത് ആളൊഴിഞ്ഞ സമയമില്ല. ആരെ കാണാനായിരുന്നു? തമ്പിച്ചാനെ കാണാൻ മനുഷ്യനെ വരുന്നറിയാം. പുള്ളി സാക്ഷ്യം പറയും. എന്താണെന്നറിയാമോ? എടാ മോനെ, ഞാൻ വിശന്ന് രാത്രി വന്നപ്പം അമ്മ എനിക്ക് ചോറ് തന്നില്ല, ഇറക്കി വിട്ടു. അതിൽ പട്ടിയുടെ മുമ്പിൽ ചോറുണ്ടായിരുന്നു. എനിക്ക് വല്ലാതെ വിശന്നു. ഞാൻ പട്ടിയുടെ മേളത്തെ ചോറ് ഉണ്ടിട്ട് അത് ഉരുണ്ടു. അത് ആ സുവിശേഷമല്ല, പൊക്കോ, കർത്താവ് നടത്തും. ഇത് കേൾക്കാൻ ആര് വരും? പിള്ളേർ വരും. അപ്പോൾ ഇവരുടെ കയ്യിൽ എന്തോ ഉണ്ട്? സാക്ഷ്യമുണ്ട്. ബാല്യം മുതലുള്ള സാക്ഷ്യമുള്ളവരാണ് ആര്? വാർദ്ധക്യമുള്ളവർ. നമ്മൾ പച്ചയായ, എൻ്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നല്ല പറയേണ്ടത്. തമ്പുരാൻ നടത്തിയ വഴികളെക്കുറിച്ച് സാക്ഷ്യം പറയാൻ കഴിയുന്നവൻ ആരായിരിക്കും? ഒരു അത്ഭുതമായിരിക്കും, അല്ലേ? ഒരു അത്ഭുതമായിരിക്കും. അപ്പോൾ അവർ പറയാണ്, ഗർഭം മുതൽ അങ്ങ് എന്നെ എന്ത് ചെയ്തിരിക്കുന്നു? താങ്ങിയിരിക്കുന്നു. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ എടുത്തവൻ അങ്ങ് തന്നെ. രണ്ടാമത്തെ ഒരു കാര്യം, എൻ്റെ സ്തുതി നിന്നെക്കുറിച്ച്. അപ്പോൾ സ്തുതിക്കണമെങ്കിൽ ആര് വേണം? വാർദ്ധക്യമുള്ളവർ വേണം. പിള്ളേർ ചാടത്തേ ഉള്ളൂ. ഇതൊരു ബഹള കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അവർ യേശു തേരാ നാം സബ്സേ ഊച്ചാ ഹേ എന്നൊക്കെ പറഞ്ഞ് എന്തുവാ, ശരിക്കും സ്തുതിക്കണമെങ്കിൽ അനുഭവ സമ്പത്തുള്ള പ്രായമുള്ളവർ വേണം. എൻ്റെ സ്തുതി എപ്പോഴും ആരെക്കുറിച്ചാണ്? നിന്നെക്കുറിച്ച്. അവരുടെ സ്തുതി ഋതം പാടേല സംഭവം. അത് കഴിയുമ്പം ചിലപ്പോൾ നിൽക്കും. പ്രൈസ് ആൻഡ് വർഷിപ്പിനൊക്കെ ഒരു പരിധിയുണ്ട് കേട്ടോ. പക്ഷെ സ്തുതിക്കണേ ആര് വേണം? പ്രായം. അവർക്ക് എന്തോ ഉണ്ട്? അനുഭവമുണ്ട്. അനുഭവം ഉള്ളവരൊന്ന് സ്തോത്രം ചെയ്തേ, കര ഉയർത്തി ഒന്ന് സ്തുതിച്ച്. എന്തെല്ലാം ജീവിതാനുഭവമാണ്. എന്നിപ്പോൾ പട്ടണത്തിൽ ഒരു നല്ല ശതമാനം കുടിയേറിയവരായിരിക്കും. കുടിയേറി വന്നപ്പോഴും വന്ന സാഹചര്യങ്ങളും ഗ്രാമാന്തരീക്ഷവും വളർന്നതും നടത്തിയതും അപ്പച്ചൻ്റെ അമ്മച്ചയുടെയും കഷ്ടപ്പാടും ഇതൊക്കെ പറയണമെങ്കിൽ ആര് വേണം? ബാല്യം മുതലുള്ള കഥകൾ മക്കളോട് പറയണമെങ്കിൽ ആര് വേണം? അവർ ചിലപ്പം പറയും, വീണ്ടും ഇത് തന്നെ അറിയില്ല, റിപ്പീറ്റേഷനാ, റിവൈൻഡാ, പറഞ്ഞോട്ടെ. എന്നാലും ഇത് പറയണമെങ്കിൽ ആര് വേണം? പ്രായമുള്ളവർ വേണ്ടേ? സ്തോത്രം ചെയ്തേ. ബാല്യം മുതൽ എൻ്റെ സ്തുതി എപ്പോഴും ആരെക്കുറിച്ചാ? അങ്ങയെക്കുറിച്ചാ. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. എന്തുകൊണ്ടാണെന്ന് നോക്കിയേ, ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. എന്താണ് ഈ മനുഷ്യനെ അത്ഭുതമാക്കുന്നത്? ഇങ്ങനെ സ്തുതിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, പ്രത്യാശയുള്ള ഒരപ്പച്ചൻ അമ്മച്ചി വാർദ്ധക്യത്തിലാണ് പറയുന്ന ഒരു കാര്യമുണ്ട്. എനിക്കൊരു മിഷനുണ്ട്. വാട്ട് ഇസ് മൈ മിഷൻ? യു ഹാവ് എ മിഷൻ. അതുകൊണ്ടാണ് നമ്മൾ പറയുക, ദർശനം ഇല്ലാത്തടത്ത് ജനം എന്ത് ചെയ്യുന്നു? മര്യാദ കെട്ട് നടക്കുന്നു, അല്ലേ? 17-ാമത്തെ വാക്യം, ദൈവമേ, എൻ്റെ ബാല്യം മുതൽ അങ്ങ് എന്നെ ഉപദേശിച്ചിരിക്കും. ഇന്ന് വരെ ഞാൻ നിൻ്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചിരിക്കുന്നു. 18-ാമത്തെ വാക്യം, അടിവരയിടണേ. 18-ാമത്തെ വാക്യം, ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കും. അപ്പോൾ ഇനി എൻ്റെ ദൗത്യം എന്താ? അടുത്ത തലമുറ. ഇവിടെ ഭൂരിപക്ഷവും
ഫസ്റ്റ് ഒരു തലമുറയെ കണ്ടു, രണ്ടാം തലമുറയെ കണ്ടു. നമ്മൾ തൊട്ടല്ലേ തലമുറ കൂട്ടുക, മേപ്പോട്ട തലമുറയല്ലല്ലോ നമ്മൾ കൂട്ടുന്നത്. എവിടെ തൊട്ടാ? നമ്മളെ തൊട്ട്. അങ്ങനെയാണെങ്കിൽ 2 കണ്ടവരുണ്ട്, 3 കണ്ടവരുണ്ട്. ഈ 3-ാം തലമുറയുള്ളവരൊന്ന് കൈപൊക്കിക്ക്. 3-ാം തലമുറയാണ്. അപ്പം 3-ാം തലമുറ എന്ന് പറയുന്ന കൊച്ചുമക്കളാണ്. അടുത്ത തലമുറയോട്, ഇനി 3-ാം തലമുറ ഇല്ലാത്തവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വരാനുള്ള തലമുറ. വരാനുള്ളതെന്ന് പറഞ്ഞാൽ ആരാ? ഇന്ന് വരെ അവരെന്ത് ചെയ്തിട്ടില്ല? ഇന്ന് വരെ എന്ത് ചെയ്തിട്ടില്ല? ജനിച്ചിട്ടില്ല. ജനിക്കാത്ത മക്കളെ കൂടെ വന്നിട്ട് എനിക്ക് ആരെക്കുറിച്ച് പറയണം? ദൈവത്തെക്കുറിച്ച് പറയണം. അതിന് 2-3 കാര്യങ്ങൾ വേണം. ഒന്ന്, ഓർമ്മ വേണം. ഓർമ്മയുണ്ടെങ്കിലേ ആരെക്കുറിച്ച് പറയാനൊക്കത്തുള്ളൂ? ദൈവത്തെക്കുറിച്ച് പറയാനൊക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് പറയണമെങ്കിൽ ഓർമ്മയുള്ള വാർദ്ധക്യം വേണം. അതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓർമ്മയുള്ള വാർദ്ധക്യമുള്ളവർ പറയും, വരാനുള്ള തലമുറയോട് നിൻ്റെ വീര്യപ്രവൃത്തിയെ അറിയിക്കുകയുള്ളൂ. ഞാനെന്നൊരു സുവിശേഷകനാണ്, അതുകൊണ്ടാണല്ലോ എന്നെ നിങ്ങൾ വിളിച്ചത്. പക്ഷെ എൻ്റെ ഓർമ്മയിൽ പച്ച പിടിച്ച് കിടക്കുന്നൊരു ഓർമ്മ, എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു. എൻ്റെ അപ്പച്ചൻ ഒരു എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര മദ്യപാനിയായിരുന്നു. ആ ഒരു സമയത്ത് നിന്നാണ് എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ സൗഖ്യമായി വിശ്വാസി വന്നതും രക്ഷിക്കപ്പെടും. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ അപ്പച്ചൻ മരിച്ചുപോയി. എൻ്റെ ഓർമ്മയിൽ ഏറ്റവും സജീവമായൊരു അപ്പച്ചൻ 2ആണ്. ഒന്ന്, എന്നെ കൊണ്ടിങ്ങനെ നടന്നു പോയിട്ട് വഴിയരികുന്നുണ്ട്. അപ്പച്ചന് ഉറക്ക വാക്യം ഏറ്റു പറയുന്ന ഞാനാണ്. ഇപ്പോഴും എനിക്ക് ആ വാക്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. മാനസാന്തരപ്പെടാൻ അല്ലല്ല നിങ്ങളും അങ്ങനെ തന്നെ. അവർ ഈ ന്യായവതിയെ പറയത്തുള്ളൂ, അത് വേറെ വിശ്വസിക്കുകയും സ്ഥാനമേൽക്കുകയും ചെയ്യുന്നവൻ. അപ്പോൾ എന്നെ വാക്യം പറയാൻ പഠിപ്പിച്ചത്, വിളിച്ച് പറയാൻ പഠിപ്പിച്ചത് എൻ്റെ അപ്പച്ചനാണ്. എൻ്റെ അപ്പച്ചൻ വേറൊരു കാര്യം ചെയ്ത് കേട്ടോ. എൻ്റെ അപ്പച്ചൻ ഒരുമാതിരി പ്രസംഗിക്കുമായിരുന്നു. കപ്പത്തണ്ട് കുഴിച്ചു വെച്ചു നിലത്ത്, എന്നിട്ട് ചിരട്ട തവി കെട്ടിവെച്ചു. എന്തായി? മൈക്കായി. ഈ മൈക്കിൻ്റെ മുമ്പിൽ ഇന്ന് ഇത് മൈക്കാണ്, പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് കാണാതെ പഠിപ്പിച്ച് കപ്പത്തണ്ട് കുഴിച്ച് വെച്ച്, അന്ന് മൈക്കില്ല, വല്ല യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോഴാണ് മൈക്കുള്ളത്. അപ്പം ചിരട്ട തവി വെച്ച് എന്നെ പ്രസംഗത്തിൻ്റെ ബാലപീഠങ്ങൾ പഠിപ്പിച്ചത് അപ്പച്ചനാണ്. അപ്പം ഞാൻ ഇപ്പോഴും എനിക്ക് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്, കൈയെടുക്കണം, ജനത്തെ നോക്കണം, കണ്ണടച്ച് പ്രസംഗിക്കരുത്, കണ്ണി നോക്കി പ്രസംഗിക്കണം. ഇത് പറഞ്ഞു തന്നത് അപ്പച്ചനാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്നെ പ്രസംഗനാക്കണം. മറ്റൊരു കാര്യം പറയട്ടെ, നല്ല ഓർമ്മ, മരിക്കാത്ത ഓർമ്മ. രാത്രി ഞാൻ എത്ര വട്ടം അപ്പച്ചൻ്റെ കണ്ണീര് വീണ് ഉണർന്നിട്ടുണ്ടെന്നറിയാം. എൻ്റെ അപ്പച്ചനോടാണ് കിടക്കുന്നത്, തൊട്ടടുത്താ. ഇങ്ങനെ അപ്പച്ചൻ എഴുന്നേറ്റ് എൻ്റെ അടുക്ക് വന്നിരുന്ന് പ്രാർത്ഥിക്കും. വാചകം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വയസ്സാങ്കാലത്താണ് ഞാൻ ഇറങ്ങിയത്. ഓടാൻ വയ്യ, ഇവനെ ചെറുപ്പത്തിലേ ഇറക്കണേ. ദൈവമേ, വരാനുള്ള എല്ലാവരോടും അങ്ങയുടെ വാർദ്ധക്യത്തിന് ഭയങ്കര മഹത്വം കേട്ടോ, ഭയങ്കര മഹത്വമാണ്. ചൂടാകരുന്ന് പഠിപ്പിച്ചതും അപ്പച്ചനാ, ഈ മുറിക്കരുന്ന് പഠിപ്പിച്ചതും അപ്പച്ചനാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ എല്ലാവരും ഈ അരിശം പിടിച്ചൊന്നും അല്ല ജീവിക്കുന്നത്. ഒത്തിരി നല്ല വലിയ മഹത്തായ വാർദ്ധക്യം. ചെറിയ മനുഷ്യർ വലിയവരാകും. എന്നോട് ചോദിച്ചാൽ ഏറ്റവും വലിയ ആളാന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആരെക്കാട്ടും വരുന്നത് അപ്പച്ചൻ. അതിനൊരു കാരണം കൊണ്ടാണ്. കൊച്ചിലെ ഇങ്ങനെ ഈ പട്ടിയുണ്ട്, ഇന്നത്തെ പോലാണോ അന്ന് പട്ടി? അന്ന് പട്ടിയെ വീട്ടിൽ വളർത്തുന്നത് എന്ത് തിന്നാനാ? വേസ്റ്റ് തിന്നാനാ. അതിനാ പട്ടി. ഇന്നോ നമ്മൾ വേസ്റ്റ് തിന്നും, പട്ടി നല്ല. പട്ടിയെ, നാടൻ പട്ടിക്ക്, ഇന്നത്തെ പട്ടിക്ക് വേസ്റ്റ് കൊടുത്താൽ തട്ടിച്ച് പോകും. അതിന് മഞ്ഞൾ കൊടുത്താൽ കുഴപ്പം, അത് കൊടുത്താൽ കുഴപ്പം, എണ്ണ കൊടുത്താൽ കുഴപ്പം. അതാണ് ഡയറ്റ് നോക്കുന്ന ആരാ? പട്ടിയാണ്. നമ്മളാണ് മിച്ചം എല്ലാം വെട്ടി അടിക്കുന്നത്. പട്ടിക്ക് ഡയറ്റ് അനുസരിച്ചല്ലേ കൊടുക്കുക. അപ്പം അന്നും എല്ലാം എല്ലും മുള്ളുവാണ് കൊടുക്കുക. എന്നാലും ഒരു നാടൻ പട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാടൻ പട്ടിക്ക് നമ്മൾ അവസാനത്തെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ദിവസം 4 മണി സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അമ്മ ചോറ് തന്നു. അമ്മ വിളമ്പി വെച്ചിട്ട് അങ്ങ് പോയി. അന്ന് ആരാണ്ട് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം ഉണ്ട്, ഇറച്ചി, മുട്ട, അത് ഇതും എല്ലാം ഉണ്ട്. അപ്പം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഈ പട്ടിപ്രേമം മൂത്തിട്ട്, നമുക്കന്ന് കൊച്ചല്ലേ, ഇത് മൊത്തം കൂടെ മീൻ, ഇറച്ചിയും മുട്ട എല്ലാം കൂടെ ഇളക്കിയിട്ട് പട്ടിക്ക് കൊണ്ട് കൊടുത്തു. അപ്പച്ചൻ ഇങ്ങനെ ചാരുകസേര കിടക്കുക. അപ്പച്ചൻ കണ്ടു ഞാനിതെല്ലാം പട്ടിക്ക് കൊടുത്തു, സഹിക്കുമോ? ഇല്ല. അപ്പച്ചൻ എന്നോട് അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, മോനെ എല്ലാം പട്ടിക്ക് കൊടുത്തോടാൻ ചോദിച്ചു. പിടിച്ചില്ലേ, അടി കിട്ടുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ഈ പട്ടിയുടെ പാത്രം മുൻപിൽ നിന്ന് എടുത്തിട്ട് അപ്പച്ചനോട് പറഞ്ഞു, എന്നാൽ കഴിച്ചോളാൻ പറഞ്ഞു. വയസ്സ് 8-9. എൻ്റെ ഇന്നും എനിക്കറിയാൻ പറ്റൊരു കാര്യം, എൻ്റെ അപ്പച്ചൻ അടിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല, ഇങ്ങനെ കിടക്കുകയാണ്. എനിക്കൊരു സംശയം തോന്നി, കണ്ണ് നനയാണ്. പിന്നെ എനിക്കങ്ങ് ഭയങ്കര കുറ്റവാദമായി. ഞാൻ ഓടിച്ചെന്നു, അപ്പച്ചൻ്റെ മുമ്പിൽ ഇരുന്ന്. അപ്പച്ചൻ എന്നെ അടിക്ക്. അതിന് മോനൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേട്ടില്ലല്ലോ, അടിച്ചില്ലോ. അപ്പച്ചൻ എന്നോട് ക്ഷമിക്കുക, അതിന് മോൻ എന്തോ പറഞ്ഞു. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, ഞാൻ കേട്ടില്ല മോനെ,
പുള്ളി ഒന്നാന്തരമായിട്ട് കേട്ടിട്ടിരിക്കുക. ഒന്നാന്തരമായിട്ട് ഇന്നും എനിക്ക് ആരോടെങ്കിലും വല്ലതും ദേഷ്യപ്പെടാൻ പേടിയാണ്. ഒറ്റ കാര്യം, അത് മുറിക്കുമെന്നുള്ള പേടിയാണ്. അടിച്ചായിരുന്ന ഞാൻ മറന്നുപോയേനെ. അടിച്ചില്ല, വഴക്ക് പറഞ്ഞില്ല. നിശബ്ദത കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയണമെങ്കിൽ ആര് വേണം? വാർദ്ധക്യമാ. നിശബ്ദമായ വാർദ്ധക്യത്തിന് ഭയങ്കര ശക്തിയാണ് കേട്ടോ, നിശബ്ദമായ വാർദ്ധക്യത്തിന്. അപ്പം ഇവിടെ പറയാണ്, അടുത്ത തലമുറയോട് എനിക്ക് എന്തറിയിക്കണം? അങ്ങയുടെ വീര്യപ്രവൃത്തിയെ. അടുത്ത തലമുറയോട് നിൻ്റെ ഭുജത്തെ, വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തി. എനിക്ക് ആയുസ് വേണം, ഓർമ്മ വേണം, ആരോഗ്യം വേണം. എന്തിനാ? അടുത്ത തലമുറയോട് അറിയിക്കണം. അത് ആഗ്രഹിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ച്. നിങ്ങളാരും ഭാരമാണെന്ന് പറയരുത് കേട്ടോ. വരാനുള്ള ഒത്തിരി പേരോട് ഇക്കാര്യം പറയണം. ആ കൊച്ചു മക്കളെ രക്ഷയിലേക്ക് നയിക്കണം. അവരോട് പറഞ്ഞു കൊടുക്കണം, നമുക്ക് ഇവിടുന്ന് ഒരു യാത്രയുണ്ട്, നമ്മളിവിടെ സ്ഥിരതാമസക്കാരല്ല. ഈ ബോധം പകരാൻ, മറ്റൊന്ന് വന്ന ബാല്യം മുതൽ നടന്ന വഴികളെ പറയാൻ, നമ്മൾ ഇന്ന സ്ഥലത്തു നിന്ന് വന്നവരാ, ഇങ്ങനെയാണ് വന്നെന്ന് പറയാൻ ആര് വേണം? നിങ്ങൾ വേണം. നിങ്ങൾക്കൊരു ദൗത്യമുണ്ട് പ്രിയരെ, ദൗത്യമുണ്ട്. ഒരു പക്ഷേ ഞാനിപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞാൽ ചിരിക്കും. എന്നാൽ പ്രായമുള്ളൊരു അപ്പച്ചൻ പറഞ്ഞാൽ ആരും ചിരിക്കത്തില്ല. ഉണ്ടോ? ഇല്ല. അപ്പം വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് ഉപേക്ഷിക്കാത്തതിൻ്റെ കാരണം എനിക്ക് വരാനുള്ള ചിലരോട് അങ്ങയെക്കുറിച്ച് പറയാനുണ്ട്. ഇന്ന് പകലിൽ 60+ ആയിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുക, ദമ്പതികളും അല്ലാത്തവരും ഒക്കെ. ഒറ്റയ്ക്കുള്ളവർ കാണാം, പല ജീവിതത്തിൻ്റെ ഫേസിലുള്ളവരാണ്. പക്ഷേ എനിക്ക് നിങ്ങളോടെല്ലാം പറയാൻ ഒരു കാര്യമുണ്ട്. കർത്താവിന് നിങ്ങളെക്കുറിച്ച് ഭയങ്കര ഉദ്ദേശമുണ്ട്. യു ഹാവ് എ മിഷൻ. ആ മിഷൻ ചിലപ്പോൾ ഛത്തീസ്ഗഡിൽ പോകാൻ ഒത്തില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ കുറച്ച് പേരോട് കർത്താവിനെക്കുറിച്ച് പറയണം. അവരെ രക്ഷയെ നിലനിർത്തണം. അവർക്ക് ഈ ദർശനം പകർന്നു കൊടുക്കണം. അത് ആഗ്രഹിക്കുന്നവരെല്ലാം കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിലൊന്ന് പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയണ്ടേ? വരാനുള്ള എല്ലാവരോട് കർത്താവിനെക്കുറിച്ച് പറയണ്ടേ? നിശബ്ദത കൊണ്ട് ചില സമയത്ത് അവരെ സ്വാധീനിക്കണ്ടേ? നിശബ്ദത കൊണ്ട് അവരെ സ്വാധീനിക്കണ്ടേ? നിങ്ങൾ പറഞ്ഞാൽ അവർ കേൾക്കും. കുഞ്ഞെ, ആ ബന്ധം തെറ്റാ. അമ്മച്ചി പറഞ്ഞാൽ കേൾക്കും. അമ്മച്ചി വഴക്ക് പറയാതെ പറയും, കെട്ടിപ്പിടിച്ച് പറയും, അടുക്കിരുത്തി പറയും. ബ്രിഡ്ജ് മേക്കേഴ്സാ നിങ്ങളാരാണ്? ബ്രിഡ്ജ് മേക്കേഴ്സാ. സ്വതന്ത്രം ചെയ്തേ. ആരാണ്? ബ്രിഡ്ജ് മേക്കേഴ്സ്. 2, എന്ത് പകരാനുള്ളവരാ? ദർശനം പകരാനുള്ളവരാ. അതിനൊറ്റ കാര്യം ചെയ്തോണം, നിരാശയ്ക്ക് ഇടം കൊടുക്കരുത്. നിരാശയ്ക്ക് ഇടം കൊടുക്കരുത്. അനുഗ്രഹിക്കപ്പെട്ട വാർദ്ധക്യത്തിന് ഒത്തിരി 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 ഉദാഹരണങ്ങളുണ്ട്. ദൈവത്തിൻ്റെ മഹാദയാൽ ഞങ്ങളുടെ ചർച്ചിലെ ഒരു പ്രിയപ്പെട്ട നിരന്തരമായൊരു സാധനം, എൻ്റെ പ്രിയപ്പെട്ട അച്ഛനൊക്കെ, പാവൻചാനൊക്കെ, ചെറുപ്പക്കാർ ഒത്തിരി പേരുണ്ട്. പക്ഷേ ഒരമ്മച്ചിയുണ്ട്. അമ്മച്ചിക്ക് ഇപ്പോൾ 80 വയസ്സ് കഴിഞ്ഞു. അമ്മച്ചിക്ക് വണ്ടിയെ കയറാൻ വയ്യ. അത് കാരണം കാല് കിടരാൻ പാടാം. അതുകൊണ്ട് ഞങ്ങൾ അമ്മച്ചിയെ പ്രത്യേകം കിടനമില്ലാത്ത വണ്ടിയിൽ ഒരു തരത്തിൽ കയറ്റിക്കൊണ്ട് വരും. അമ്മച്ചി രാവിലെ വരും. അമ്മച്ചിക്ക് സാരി ഉടുക്കാൻ വയ്യ. അമ്മച്ചി നൈറ്റി ഇട്ടുണ്ടാണ് വരുന്നത്. നൈറ്റി ഇട്ടുകൊണ്ട് അമ്മച്ചി രാവിലെ വരും. വന്ന ഉടനെ ഞങ്ങൾ ഉപദേശിമാരെല്ലാം ചെല്ലും. മണച്ചാണ് വരുന്നത്. അപ്പോൾ അമ്മച്ചിക്ക് വേണ്ടി ഞങ്ങളൊരു കൈയുള്ള, ഉറപ്പുള്ള, ബലമുള്ള, അമ്മച്ചിക്ക് നല്ല വെയിറ്റാണ്, കസേര ഇട്ടിട്ടുണ്ട്. ചില ആഴ്ച വരത്തില്ല. സത്യമായിട്ട് ഞാൻ പറയാ, ഞാൻ മിക്കവാറും ഓടിപ്പോയി ആ കസേര കൈവച്ച് പ്രാർത്ഥിക്കും, ഈ കസേര ഒഴിയല്ലേ. 1000 പേരോളം അടുത്ത് ദൈവം കൃപ ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഈ അമ്മച്ചി വന്നിരിക്കുന്നതിൻ്റെ സന്തോഷം, ദൈവം കൃപ ചെയ്ത് എന്തുമാത്രം പൈസ എൻ്റെ ഈ പറ്റുകയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാലും എൻ്റെ അമ്മച്ചി രാവിലെ എനിക്ക് കൊണ്ടുത്തരുന്ന ഒരു 100 രൂപയുണ്ട്. കട്ടെടുക്കുന്ന മോൻ്റെ മോൻ കൊടുക്കത്തില്ല, അതിന് വലിയ. എന്നാലും അമ്മച്ചി പിള്ളേടൊക്കെ ഇരുന്ന് മേടിക്കും. ഈ 100 രൂപ ആയിട്ട് വരും. വാർദ്ധക്യം ഒരു മഹത്വമാണ്. വേറൊരു അമ്മച്ചി ഉണ്ടായിരുന്നു, കൃഷ്ണമ്മച്ചി. കോവിഡ് മരിച്ചുപോയി. ഹിന്ദുവാണ്, ഹിന്ദുവെന്ന് വിശ്വാസത്തിയാന്ന്. അമ്മച്ചിക്ക് 75 വയസ്സുണ്ട്. അവരൊക്കെ പോയതാ ജീവിതത്തിൻ്റെ നഷ്ടം.
അപ്പോൾ ഈ അമ്മച്ചിയുടെ ഒരു കുഞ്ഞിന് വയ്യ, ഈ അമ്മച്ചി അധ്വാനിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അമ്മച്ചി ഇങ്ങനെ ഞായറാഴ്ച വരുമ്പോൾ എൻ്റെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ തരും. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി വേണ്ട അമ്മച്ചി, അമ്മച്ചി അധ്വാനിച്ച് ജീവിക്കുന്നതല്ലേ, എങ്ങനെയായി തരുന്നേ? ഈ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഹിന്ദു അമ്മച്ചിയാ, ഹിന്ദു എന്ന് വിശ്വാസത്തിൽ വന്ന കൃഷ്ണമ്മച്ചിയാ. ആഴ്ച ഇപ്പോഴും ഞാൻ 6 ദിവസം ഒരു വീട്ടിൽ പണിക്ക് പോകും. ആ പണിക്ക് പോയിട്ടാണ് വീട് നോക്കുന്നത്. പിന്നെ 3 ദിവസം ഉച്ച കഴിഞ്ഞ് 4:30 ആകുമ്പം 2 വീട്ടിൽ പോകും. അത് പോയി ഓടിച്ചെന്ന് അവിടെ മിറ്റം തൂക്കും, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് അത്യാവശ്യം ചെയ്യും. അങ്ങനെ ആഴ്ചയിൽ 2-3 ദിവസം എക്സ്ട്രാ ജോലി ചെയ്യും. ഞാൻ ചോദിച്ചാൽ അതെന്തിനാ അമ്മച്ചി വയ്യാഞ്ഞിട്ട് എക്സ്ട്രയ്ക്ക് പോകുന്നത്? ആദ്യം പോകുന്നത് എൻ്റെ വീട് നോക്കാൻ, എൻ്റെ കുഞ്ഞിന് വേണ്ടി. 2ാമത്തെ എക്സ്ട്രാ ജോലി ഈ കുഞ്ഞിന് വേണ്ടി. അമ്മച്ചി എനിക്ക് കോവിഡ് നഷ്ടപ്പെട്ടു. അപ്പം വാർദ്ധക്യം ചെറിയൊരു കാര്യമാണ്. ഞാൻ ആ കസേര കൈവച്ച് പ്രാർത്ഥിക്കും, ഈ അമ്മച്ചി മരിക്കല്ലേ. കാരണം അവരിയ്ക്കുന്നുണ്ടാ സഭയൊക്കെ ഇങ്ങനെ ആയത്. നിങ്ങൾ പലർക്കും ഒരു അത്ഭുതമായിരിക്കും. വരാനുള്ള തലമുറയോട് പറയണം, കണ്ണടച്ചേ. വരാനുള്ള തലമുറയോട് എൻ്റെ പ്രിയരെ, ഞങ്ങളുടെ അമ്മച്ചി വന്നിരിക്കുമ്പോൾ ക്യൂ ആകട്ടോ, പിള്ളേരല്ല. എന്തിനാണെന്നറിയാമോ? അമ്മച്ചിയുടെ ഉമ്മയ്ക്ക്. ഇവരൊക്കെയല്ലേ സഭയുടെ നരച്ച തല, കിരീടം. ഞങ്ങളുടെ ചിങ്ങവനത്ത് ആരും ഇന്ന് പോകുന്നില്ല കേട്ടോ. ഞാൻ പക്ഷെ പോവായിരുന്നു മാസത്തിൽ ഒരിക്കൽ അപ്പച്ചനെ കാണാൻ. അപ്പച്ചൻ പോയാൽ പിന്നെ ആരെ കാണാനാണ് പോകുന്നത്? ഇതുപോലെ ഗ്രേസ് ഉള്ള ഒരു സമയം. വി നീഡ് യു. യു ആർ എ ബ്ലെസ്സിങ്. നിങ്ങളൊരു ഭാരമല്ല, യു ആർ എ ബ്ലെസ്സിങ്. എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങൾ ഞങ്ങൾക്കൊരു അനുഗ്രഹം, നിങ്ങളൊരു അത്ഭുതമാകും. നിങ്ങൾ സ്തുതിക്കും, നിരാശയ്ക്ക് ഇടം കൊടുക്കുക. എല്ലാവരോടും പറയും, വന്ന വഴിയിലെ കഥന വേദനകൾ, പോരാട്ടങ്ങൾ, അതിലനുഭവിച്ച നിന്ദകൾ, ദുരിതങ്ങൾ, ദുഃഖങ്ങൾ. ഞാൻ അമേരിക്കയിലൊരു സഭയിൽ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ആൻറ്റിയുണ്ട്. അവസാനം പറയുന്ന ഇവിടുത്തെ പിള്ളേരാരും ലാംഗ്വേജിൻ്റെ പ്രശ്നമുള്ളതൊന്നും പെടത്തില്ല. പക്ഷേ ഈ ആൻറ്റിയെ കാണാൻ എല്ലാവരും വരും. ആൻറ്റി ഈസ് നോൺ ആസ് കാൻറ്റി ആൻറ്റി. എപ്പോഴും മിഠായി ഉണ്ട്. ഈ ആൻറ്റിയെ കാണുമ്പോൾ പിള്ളേരും ചെറുപ്പക്കാരും ഒക്കെ ഓടി വരുന്നതാണ്. എന്തിനാ? ക്യാൻറ്റി അവർക്ക് വേണ്ടിയിട്ടല്ല, പക്ഷേ ഈ സ്നേഹത്തിൽ പൊതിഞ്ഞ ക്യാൻറ്റി. ഒരു കുഞ്ഞ് എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. കൊച്ചുമോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മച്ചിക്ക്. അവന് ഇച്ചിരി പ്രായം. ഞാൻ എന്നോട് പറഞ്ഞൊരു കഥയാണ്. അമ്മച്ചിക്ക് അറിയത്തില്ല. അമ്മച്ചി ഒരു കല്യാണത്തിന് പോയപ്പം ഐസ്ക്രീം പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നു. പക്ഷേ ജീവിതത്തിൽ കഴിച്ചിട്ട് ഏറ്റവും നല്ല ഐസ്ക്രീം അതായിരുന്നു. അമ്മച്ചി പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വന്ന ഐസ്ക്രീം. ഇനി വന്നപ്പോൾ അത് കഴിക്കാനില്ലെങ്കിലും അത് നിറച്ച് സ്നേഹമല്ലേ. യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരജീവ ഭാരതാൽ. അപ്പോഴും വീടില്ലവൻ നടത്തും അന്ത്യത്തോളവും. വയ്ക്കുക നിൻ ഭാരം അവൻ പാദത്തിൽ. വയ്ക്കുക നിൻ സംശയം കൂടാതെ നിശ്ചയം സ്വതന്ത്രനാക്കും നിന്നെയും. യൗവനാദിശ കഴിഞ്ഞു വാർദ്ധക്യം വന്നിടുമ്പോൾ കുനിഞ്ഞിടും ശരീരജീവഭാരത്താ. അപ്പോഴും വീടില്ലവൻ അന്ത്യത്തോളവും. വയ്ക്കുക പാദത്തിൽ
വയ്ക്കുക. വയ്ക്കുക നിൻ ഭാരമാവൻ പാദത്തിൽ, സംശയം കൂടാതെ മെങ്കിൽ രക്ഷകൻ നിശ്ചയം. സംശയം കൂടാതെ വിശ്വസിക്കുമെങ്കിൽ രക്ഷകൻ നിശ്ചയം. ഒന്നുകൂടെ പറയട്ടെ, യു ഹാവ് എ മിഷൻ. നിങ്ങളൊരു ഭാരമല്ല. ഞാൻ ചേർന്ന് പറഞ്ഞേ, പലർക്കും ഒരു അത്ഭുതമായിരിക്കും. അടുത്തിരിക്കുന്ന ആടെ കാര്യം നോക്കിയത് പറഞ്ഞേ, നമ്മളൊരു അത്ഭുതമാണ്. നമ്മളൊരു ഭാരമൊന്നും ആകത്തില്ല, നമ്മളൊരു അത്ഭുതമാണ്. 2, നമുക്കൊരു മിഷനുണ്ട്. വി ഹാവ് എ മിഷൻ. യു ഹാവ് എ മിഷൻ. എന്താ മിഷൻ? വരാനുള്ള തലമുറയോട് നിൻ്റെ വീര്യപ്രവൃത്തി അറിയിക്കുള്ളൂ. എൻ്റെ കൊച്ചുമക്കൾ രക്ഷിക്കപ്പെട്ട് കണ്ടിട്ട് അവർ സ്നാനപ്പെടുന്ന കാണണം. അന്ന് അവർ സാക്ഷ്യം പറയണം, എന്നെ രക്ഷാനുഭവത്തിലേക്ക് നടത്താൻ കാരണം അപ്പച്ചനാന്ന്, അമ്മച്ചിയാന്ന്. വർദ്ധിക്കും ഒരു അത്ഭുതമാക്കാം കേട്ടോ. വരാനുള്ള തലമുറ. എൻ്റെ അമ്മ 10 വർഷം മുമ്പ് മരിച്ചു, 13 വർഷം മുമ്പ്. അമ്മ മരിക്കുമ്പോൾ അമ്മയ്ക്ക് 65 വയസ്സേ ഉള്ളൂ. അപ്രതീക്ഷിതമായിരുന്നത്. ഓടി നടന്നൊരു അമ്മ പെട്ടെന്ന് അങ്ങ് ഐസിയുലായി, വെന്റിലേറ്ററിലായി, ഡിസ്ചാർജായി, ജീവങ്ങളിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ എല്ലാവരും ഓർത്തു ലൈഫിലായി. ഒരു ദിവസം പറഞ്ഞ് എൻ്റെ ഭാര്യയെ കാണും. അപ്പം ഞങ്ങൾക്ക് അന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്, ചെറിയൊരു ഡൗട്ട് അവൾ കൺസീവാണ്. ഉറപ്പല്ല, നമ്മൾ ഇനി അങ്ങ് ഹോസ്പിറ്റലൊന്നും പോകാതെ തന്നെയുള്ള ഒരു ടെസ്റ്റ് നമുക്കങ്ങനെ തോന്നി. അമ്മ അവളെ വിളിച്ചു, എന്നിട്ട് അവിടെ വയറിൽ കൈവച്ചു, ഒന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ഇതായിരുന്നു, ഞാനങ്ങ് വരുവാണ് കർത്താവേ നാളെ. അപ്പയ്ക്കത് സങ്കടമാകും. അപ്പോൾ പിന്നെ ഒറ്റയ്ക്കായി പോകത്തില്ലേ? ഒറ്റയ്ക്കായി പോകുമ്പം എൻ്റെ അപ്പയുടെ ദുഃഖം മാറ്റാൻ ഇവിടെ വയറ്റൊരു കുഞ്ഞുണ്ടല്ലോ, അതൊരു ആൺകുഞ്ഞല്ലേ, അവൻ്റെ കളിയും ചിരിയും ഒക്കെ അപ്പയുടെ ദുഃഖം മാറ്റട്ടെ, ഇവനെ ഇവിടെ വെച്ചിട്ട് ഞാനങ്ങ് വരിക നാളെ. അവിടെ വയറിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മരിച്ചുപോയി. അടുത്ത ദിവസമാണ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അറിയുന്നത് റിയലി കൺഫേം ആകുന്നത് കൺസീവാണ്. ഇതൊക്കെ എങ്ങനെ അറിയുന്നത്? ഇതെങ്ങനെ അറിയുന്നേ? അപ്പം മരിക്കുമ്പം 2 ദിവസം മുമ്പ് വലിയ കുഴപ്പമില്ല, മോള് കൂടെ കിടപ്പുണ്ട്, ഭയങ്കരമായിട്ട് കരയുന്നു. അപ്പോൾ ഇവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞങ്ങളുടെ മുറി വന്ന് കൊട്ടി, ബാ വരുന്നുണ്ടേ, ബാ ഓടി വാ. എന്തോ അപ്പച്ചൻ കിടന്ന് കരയുന്നു, ചുമ്മാ എനിക്ക് ഉറങ്ങാൻ വേണ്ട, കിടന്ന് കരയുന്നു, ബാ. അപ്പം ചെന്നപ്പോൾ ഭയങ്കര കരച്ചില്ല, കട്ടിലേ കിടന്നു. എന്തോ അപ്പാ, ദൂതം വന്നിട്ടുണ്ട്, അരിവാളുണ്ട്, മേടിക്കുന്നില്ല ആരും, എൻ്റെ ഇന്ന് കൊടുത്തിട്ട് പോകണം, ആരും മേടിക്കും. അപ്പോൾ കൊച്ചുറക്കത്തിൽ കിടക്കുകയല്ലേ, അവൾ ഉറക്കത്തിലല്ലേ, മോളെ നീ മേടിക്കുക. ആ തരുന്നുണ്ടെത്താ, എന്തോ കൊണ്ടുവന്ന് വെച്ചെത്താ. മേടിച്ചു കൊടുത്തു. അവൾ സീരിയസ് ആയിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, അരിവാൾ കൊടുത്തിട്ടാ പോയി. അരിവാൾ കൊടുത്തിട്ടാ പോയി. ഒരു അരിവാളുമായിട്ട് ദൂതനുണ്ട്, എൻ്റെ ഇരുന്ന് അരിവാൾ അതിനും മേടിച്ച് ആരുടെ കൊടുക്കും. ഐ ഡോണ്ട് തിങ്ക് ഷീ വാസ് സീരിയസ് അറ്റ് ദാറ്റ് ടൈം. പക്ഷെ ഒരു ദിവസം സീരിയസ് ആകും, കാരണം മരണത്തിന് തൊട്ട് മുമ്പ് കൊടുത്തിട്ട് പോയത്. പലർക്കും ഒരു അത്ഭുതമാകും. വരാനുള്ള തലമുറയോട് നിൻ്റെ വീര്യപ്രവൃത്തി അറിയിക്കുവോണം. വാർദ്ധക്യമെന്നറിയുമുള്ള കാലത്ത് എന്നെ ഉപേക്ഷിക്കരുത്. അത്ഭുതങ്ങളുടെ പുറകെയൊന്നും പോകണ്ട, നിങ്ങളൊരു അത്ഭുതമാകും. അനേകരെ കർത്താവിലേക്ക് നയിക്കാൻ, ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനയുടെ കൂടുതലുകൊണ്ടല്ല ഓടുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടും കൂടുതൽ എനിക്കറിയാം. സ്ഥിരമായി പെൻസുമനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അമ്മച്ചിമാരുണ്ട്, അപ്പച്ചന്മാരുണ്ട്, കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്.
നിന്നെ ആ തമ്പുരാൻ ആയുസ് വെച്ചേക്കുന്നത് അതിനൊറ്റ കാര്യം പ്രാർത്ഥിച്ചോണം, ഓർമ്മയുണ്ടല്ലോ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. ഓർമ്മയുണ്ടല്ലോ പ്രാർത്ഥിക്കാനൊക്കത്തുള്ളൂ. എല്ലാവരും പ്രാർത്ഥിച്ച്